സാഹചര്യമെല്ലാം ഇവിടെ മുൻകഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ നിന്നും വിശദീകരണങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതോ ദിവസം സമാധാനത്തോടുകൂടി, ഐക്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന പരമ്പരാഗതമായി ഇസ്ലാമിക സമൂഹം ഒത്തൊരുമയോടുകൂടി കഴിഞ്ഞുകൂടുന്ന ഈ അങ്കടിമുഗർ എന്ന് പറയുന്ന ഈ പ്രദേശം, ഇവിടെ വന്നുകൊണ്ട് പൂർവകാല സാഹോദര്യത്തെയും ഇസ്ലാമിക സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെയും രാജ്യത്തിൻ്റെ നിലവിലുള്ള സമകാലിക സാഹചര്യത്തെയും ഒന്നും മാനിക്കാതെ അതിശക്തവും കടുകടുത്തതുമായ ആക്ഷേപവും അധിക്ഷേപവും വിമർശനവും ഉന്നയിക്കുന്ന ചില പ്രഭാഷണങ്ങളാണ് ഇവിടെ അരങ്ങേറിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാത്രവുമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ നിലവിലുള്ള സാഹചര്യത്തെയോ ലോകത്തിൻ്റെ തന്നെ സാഹചര്യത്തെയോ പരിഗണിക്കാതെ ജനറലായിട്ടുള്ള നോളജ് തീരെ തൊട്ടുതീണ്ടാതെ നമ്മുടെ സഹോദര സമുദായങ്ങളായ ഹിന്ദു മതവിഭാഗത്തിൻ്റെ അവരുടെ മതാചാര്യന്മാരെ പ്രത്യേകം പേരെടുത്തു പറഞ്ഞുകൊണ്ട് രൂക്ഷമായ വിമർശനമുന്നയിക്കുന്നത്, അവരൊക്കെയും നരകത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക്കായി ഓഫ്ലൈനിലും ഓൺലൈനിലും കേൾപ്പിക്കുന്ന വിധത്തിലുള്ള പ്രസംഗങ്ങളാണ് ഇവിടെ നടന്നത് എന്ന പ്രസംഗത്തെ ഒറ്റനോട്ടത്തിൽ വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. എന്തിനാണ് സഹോദര സമുദായങ്ങളെയും കൂടി ഒരു സംഘർഷാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്ന് 1000 വട്ടം അത്തരം പ്രഭാഷകർ ആലോചിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ആമുഖമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഉണർത്തുകയാണ്. പരിശുദ്ധ ഇസ്ലാമിനെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ആ ഇസ്ലാമിൻ്റെ അവസാനത്തെ പ്രവാചകന്റെ പ്രബോധന രീതി അത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ 3-4 സ്ഥലങ്ങളിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി എന്തായിരുന്നു എന്ന് പഠിപ്പിക്കുന്നു. ഞാൻ ഓതി വെച്ച ആയത്ത് തന്നെ ഞാൻ ഇവിടെ ആമുഖമായിട്ട് പറയാം. സൂറത്ത് ആൽ ഇംറാനിന്റെ 164-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിച്ചു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരു റസൂലിനെ നിയോഗിച്ചു എന്നുള്ളത്. ആ റസൂലിന്റെ രീതി എന്തായിരുന്നു? ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി എന്തായിരുന്നു? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അവിടെ മറ്റൊരായത്തിലുള്ളത് യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കി. തഅലീമും തസ്കിയത്തും. തസ്കിയത്തിന് ആദ്യം പറഞ്ഞിട്ട് പിന്നെ തഅലീം. ആളുകളെ സംസ്കരിപ്പിക്കുക, ആളുകൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുക. മറ്റൊരായത്തിൽ പറഞ്ഞത് ആളുകൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് സംസ്കരിപ്പിക്കുക. പക്ഷേ ഇത് ഈ 2 ആയത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും പറഞ്ഞെങ്കിലും ഈ 3-4 ആയത്തുകളിലും ആദ്യമായി എടുത്തു പറഞ്ഞത് യത്ലു അലൈഹിം ആയാതിഹി, ഖുർആനിന്റെ ആയത്തുകളെ ഓതി കേൾപ്പിക്കും, പാരായണം ചെയ്യുമെന്നാണ്. അപ്പൊ തഅലീമും തസ്കിയത്തും ഇവിടെ നടക്കുന്നതിന് മുമ്പ് ഖുർആൻ ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കണം. ഖുർആൻ പാരായണം ചെയ്യുന്നതും അത് കേൾപ്പിക്കുന്നതും തെറ്റുകൂടാതെ, വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ, അക്ഷരങ്ങൾക്ക് മാറ്റമില്ലാതെ അത് അങ്ങനെ തന്നെ തുടരണം. അറിയാതെ സബഖുൽ ലിസാനായിട്ട്, അവിചാരിതമായിട്ട്, അശ്രദ്ധയാൽ വന്നു പോകുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇവിടെ പ്രസംഗിച്ച ആ മൗലവി, ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അതിന് മാത്രം ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അയാളുടെ പ്രസംഗം ഞാൻ ശ്രദ്ധിച്ചു.
ഖുർആനിക ആയത്തുകളെ നിരന്തരമായി, ഒരു വേള ബോധപൂർവമായി എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിധത്തിൽ, അല്ലെങ്കിൽ തീരെ ഖുർആനുമായി ഒരു ബന്ധവുമില്ലാത്ത വിധത്തിലാണ് പാരായണം ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിന്റെ 3-ാമത്തെ ആയത്തിനെ അദ്ദേഹം സമസ്തക്കാര് നന്ദി കെട്ടവരാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഉദ്ധരിക്കുന്നത്. ഇവിടെയുള്ള പാരമ്പര്യ മുസ്ലിമീങ്ങൾ, പരമ്പരാഗതമായ ഇസ്ലാമിക മൂല്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന മുസ്ലിമീങ്ങള് നരകക്കാരാണ്, നന്ദി കെട്ടവരാണ്, നന്ദി കെട്ട വർഗമാണ് എന്നൊക്കെ അക്ഷരക്കൂട്ടങ്ങൾ നിരത്താൻ വേണ്ടി ഉദ്ധരിച്ച ആയത്ത്. ആ ആയത്ത് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം, ഞാനതൊന്നും ഇപ്പൊ ക്ലിപ്പായിട്ട് ഇവിടെ കേൾപ്പിക്കുന്നില്ല, അതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് വരും. അതില് 6 സ്ഥലങ്ങളിൽ 8 മിനിറ്റുള്ള ഒരു ക്ലിപ്പിൽ 6 സ്ഥലങ്ങളിൽ ആ ആയത്തിനെ തെറ്റിച്ചിട്ടാണ് ഓതുന്നത്. അങ്ങനെ ഒരു ആയത്ത് ഖുർആനിലില്ല. സൂറത്തു സുമറിന്റെ 3-ാമത്തെ ആയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ആളുകൾക്ക് മുമ്പിൽ മൈക്ക് കെട്ടി ഘോരഘോരം ഓതി കേൾപ്പിക്കുന്ന അങ്ങനെ ഒരു ആയത്ത് ഖുർആനിൽ ഇല്ല. 8 മിനിറ്റിനുള്ളിൽ 4 മിനിറ്റിനുള്ളിൽ 6 തവണ തെറ്റിച്ചിട്ടാണ് ഓതിയത്. അതെന്തിനാണ് ഓതുന്നത്? സമസ്തക്കാരായ മുസ്ലിയാക്കന്മാര് ഖുർആൻ ഓതുന്നുണ്ടോ, അദ്ദേഹത്തിന് സംശയമാണ് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഞാൻ ആ ക്ലിപ്പ് ഇവിടെ ഇടുന്നില്ല, എനിക്ക് സമയക്കുറവുണ്ടായതുകൊണ്ട്. ഇവിടെ അങ്കടിമുഖരിൽ പ്രസംഗിച്ച ആ പ്രസംഗത്തിലും അതിന്റെ 2 മണിക്കൂർ പൂർത്തിയാകുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവിടെയും അയാൾ അതേ തെറ്റാവർത്തിക്കുകയാണ്. എന്നിട്ട് ഇയാൾ പറയാം, ഞാൻ ഖുർആനാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത്, മാലിം പാട്ടൊന്നുമല്ല, ഖുർആനാണ്. ഏത് ഖുർആൻ? ഖുർആനിനെ വള്ളിപ്പുള്ളിക്ക് വ്യത്യാസമില്ലാതെ സംരക്ഷിക്കേണ്ടുന്ന ബാധ്യതയാണ് മുസ്ലിം സമൂഹത്തിനുള്ളത്. എന്നിട്ട് ആ സമൂഹത്തിന്റെ മുമ്പിൽ പരസ്യമായിട്ട് ആവർത്തിച്ച് ഒരുപാട് പ്രസംഗങ്ങളിൽ, പല നാടുകളിലുള്ള പ്രസംഗങ്ങളിൽ തെറ്റിച്ചു ഓതുന്നു. ഏതാണ് ആയത്ത്? അലാ ലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ. ഇതാണല്ലോ ആയത്ത്. എന്നാൽ ഈ അങ്കടിമുഖറിലും മറ്റൊരുപാട് സ്ഥലങ്ങളിലും നിരന്തരമായി 4 മിനിറ്റിൽ 6 തവണ തെറ്റിച്ചു കൊണ്ട് ഓതുകയാണ്. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. അങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുണ്ടോ? അലാ ലില്ലാഹി ദീനുൽ ഖാലിസു. പക്ഷേ ഇദ്ദേഹം ഓതുന്ന അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. ഞാൻ അത്ഭുതപ്പെട്ടു. ആ സദസ്സിലിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, ഇദ്ദേഹം ഇങ്ങനെ ഓതുമ്പോൾ ഒന്ന് അവരുടെ മൊബൈലിലുള്ള മുസ്ഹഫ് ഒന്ന് തുറന്നു നോക്കിക്കൂടായിരുന്നില്ലേ? ഒരു കുറിപ്പ് കൊടുത്തുകൂടായിരുന്നില്ലേ? ഞാൻ കുറച്ചു മുമ്പ് പൈവളികയിൽ ഒരു പ്രസംഗത്തില് ഒരു ആയത്ത് ഓതുന്നതിനിടയിൽ അറിയാതെ ഒരു ചെറിയ തെറ്റ് വന്നു. അപ്പൊ തന്നെ അത് തിരുത്താൻ വേണ്ടി ഉദ്യമിക്കുമ്പോൾ ബാങ്ക് കൊടുത്തു, ഇശായിന് ബാങ്ക് കൊടുത്തു. അപ്പൊ എനിക്ക് ആ ഒരു ഗ്യാപ്പിൽ, പിന്നെ ഇശാ ബാങ്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് തിരുത്തി. പക്ഷെ സ്റ്റേജിൽ നിന്ന് അപ്പൊ തന്നെ എനിക്ക് കുറിപ്പ് തന്നു, അവിടെ ശരിക്കും ഇങ്ങനെയാണ്. അതാണ് നമ്മൾ ഉസ്താദുമാർ. ഇത് ഈ സ്റ്റേജിലോ സദസ്സിലോ ഉള്ള ഒരാൾക്കും ഇയാള് നിരന്തരമായി 5ഉം 6ഉം തവണ തെറ്റിപ്പാരായണം ചെയ്യുന്നത് തിരുത്താൻ പോലും സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെ ഇവർക്ക് ഖുർആൻ അറിയാം? എന്നിട്ട് പറയാ, ഞങ്ങൾ ഖുർആനാണ് പറയുന്നത്, ഖുർആൻ ഓതിയിട്ട് അർത്ഥം വെക്കുന്നത് വേറൊന്ന്. ഞാൻ അതിലേക്ക് വരാം. അപ്പോ ഇവിടെ പ്രസംഗിച്ച ആ മൗലവിയുടെ പ്രസംഗം. ഇനി മറ്റൊരു കാര്യം ഒന്നുകൂടി ഞാൻ സൂചിപ്പിക്കാം. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽപ്പെട്ട മറ്റൊരു പ്രശ്നം സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫ് നമ്മളൊക്കെ എല്ലാ ആഴ്ചയും 1-ലധികം തവണ പാരായണം ചെയ്യുന്നവരാണ് പരമ്പരാഗത സുന്നികൾ. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും
എന്നാൽ അതിൽ നോക്കൂ നിങ്ങൾ, അതിൽ ഒരു ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുമ്പോ പറയാ വലാ യുളിമു റബ്ബുക അഹദാ. ഇവിടെ പ്രസംഗിച്ചാണ്. ഇവിടെ ഞാൻ വന്നേക്കുന്ന ഉസ്താദിനോട് ചോദിച്ചു ഏതായിരുന്നു സ്റ്റേജ്. അപ്പൊ ഇതന്നെയായിരുന്നു ഉത്തരം. ഈ സ്റ്റേജിൽ വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പരിചയമുള്ള 49-ാമത്തെ ആയത്ത് വലാ യദ്ലിമു എന്നല്ലേ. അവിടെ ഇയാൾ ഓതുന്നത് എന്താണ്? വലാ യുദ്ലിമു. എത്ര അർത്ഥ വ്യത്യാസമുണ്ട്. വലാ യദ്ലിമു എന്ന് പറഞ്ഞാൽ ആക്രമിക്കൂലെന്ന, വലാ യുദ്ലിമു എന്ന് പറഞ്ഞാൽ ഇരുട്ടാക്കൂലെന്ന. അർത്ഥം ഒരുപാട് മാറ്റുണ്ട്. അപ്പൊ ഖുർആനാണെന്നും പറഞ്ഞിട്ട് ഒരൊറ്റ ഓത്തം ഓതുക. ഇത് ഖുർആനാണോ അല്ലേ? എന്നാ ഒരാൾ തിരുത്തി കൊടുക്കണ്ടേ? ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ സംഭവിക്കാം, സംസാരത്തിനിടയിൽ തെറ്റുകൾ വരാം. പക്ഷെ അത് അപ്പ തന്നെ തിരുത്തി തരാനും പിന്നിൽ ആളുകളുണ്ട്. അതാണ് സുന്നത്ത് ജമാഅത്ത്. പരിശുദ്ധ ഖുർആനാണ്. അപ്പോ വലാ യുദ്ലിമു റബ്ബുക അഹദ ഇങ്ങനെ ഓതുക. ഇനി ഇവിടെ പ്രസംഗിച്ച മൗലവിയുടെ ആദ്യത്തെ സെന്റൻസ് തന്നെ റസൂലുള്ളാഹിയുടെ പേരിൽ ഒരു കളവ് പറഞ്ഞിട്ടാണ്. ഞാൻ 2 മണിക്കൂറും 35 മിനിറ്റുമുള്ള ആ ലൈവ് ഞാൻ കേട്ടു. അതിലൂടെ പ്രസംഗത്തിന്റെ തുടക്കം തന്നെ ഹബീബരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഒരു കളവ് പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. ഏതാണ് ആ കളവ് എന്നല്ലേ? ബനു ഇസ്രായേലുകാർ പല കക്ഷികളായി പിരിയും, അതുപോലെ ഈ ഉമ്മത്തും പല കക്ഷികളായി പിരിയും എന്ന് പറഞ്ഞിട്ട് പിന്നെ റസൂലുള്ളാഹി പറയുന്നു. എന്നിട്ട് പറയാണ് അവരെക്കാൾ, അഥവാ ബനു ഇസ്രായേലുകാരെക്കാൾ കൂടുകയുമില്ല കുറയുകയുമില്ല. റസൂലുള്ളാഹി പറയാണ് ബനു ഇസ്രായേലുകാർ പല കക്ഷികളായി പിരിയും, ഈ ഉമ്മത്തും അതുപോലെ പല കക്ഷികളായി പിരിയും. ബനു ഇസ്രായേലുകാരെക്കാളും കൂടുകയുമില്ല കുറയുകയുമില്ല. അതിൽ നിന്ന് രക്ഷപ്പെട്ട വിഭാഗമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇവിടെ പ്രസംഗിച്ച മൗലവിയുടെ ആദ്യത്തെ തുടക്കം അങ്ങനെയാണ്. വന്നബദ്ധമല്ലേ പറഞ്ഞത്? എന്താണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഇഫ്തറഖത്തിൽ യഹൂദ് അലാ 71 ഫിർഖ. ജൂതന്മാർ 71 വിഭാഗമായി വിട്ടുപിരിഞ്ഞു. വഫ്തറഖത്തിൻ നസാറ അലാ 2 ഫിർഖ. നസ്രാനികൾ അല 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 അസ്ന അല 72 ഫിർഖ 72 ആയിട്ട് വിട്ടുപിരിഞ്ഞു. വ ഉമ്മത്തി അയ്ളൻ സതഫ്തരിഖു മിസ്ലഹും. എൻ്റെ ഉമ്മത്തും അവരെ പോലെ പല കക്ഷികളാകും. ഔ യസീദൂന വാഹിദ എന്നല്ല, 71 പ്ലസ് 1 72-നേക്കാൾ 1 കൂടും, 73 ആകും എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുള്ളത്. ഇയാൾ പറഞ്ഞ എന്താണ്? കൂടുകയുമില്ല കുറയുകയുമില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞത്? 73 ആകുമെന്നാ പറഞ്ഞത്. ഔ യസീദൂന എന്ന് പറഞ്ഞാൽ മഅനാഹു ബൽ യസീദൂന എന്നാണ്. അവരെ പോലെ കക്ഷികളായി പിരിയും. ഔ യസീദൂന മഅനാഹു ബൽ യസീദൂന എന്നല്ല, ബൽ യസീദൂന വാഹിദതൻ. ഈ ഉമ്മത്ത് ഒരു കക്ഷി കൂടി എക്സ്ട്രാ ഉണ്ടായി 73 ആയി തിരിയുമെന്നാണ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ഇവിടെ നടന്ന ആ പരിപാടിയുടെ ആദ്യ സെക്കൻഡ് തന്നെ കളവാണ്. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ പറയണോ? ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി എന്ന് പറഞ്ഞതുപോലെ തുടക്കം മുതലേ ശരിയാവണം, അപ്പോഴേ ബാക്കിയുള്ളത് ശരിയാവുള്ളൂ. ഇത് തുടക്കം മുതലേ പാളിപ്പോയി. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടെ സംഭവിച്ചത് മർവാൻ എടുത്ത പണിയെടുത്തിട്ട്. മർവാന് പരിചയമില്ലേ? മർവാൻ ഇബ്നുൽ ഹക്കം എന്ന് പറയുന്നത് 4 ഖലീഫമാരുടെ ഭരണകാലത്തിനു ശേഷം മദീനയുടെ ഭരണമേറ്റെടുത്ത ആളാണ് മർവാൻ ഇബ്നുൽ ഹക്കം.
മർവാൻ ഇബ്നുൽ ഹക്കമിനോട് പക്ഷേ സ്വഹാബികൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിന്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. മർവാൻ മദീനയുടെ അധികാരം നടത്തിയിരുന്ന ആ കാലത്ത് മഹാനായ സ്വഹാബി വര്യൻ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു, ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അരികിൽ നിസ്കരിക്കുന്നു. റഅയ്തു ഉസാമത്ത് ബിൻ സെയ്ദ് യുസല്ലി ഇൻദ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അരികിൽ നിസ്കരിക്കുകയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം യദ്ഉ ഇൻദ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അരികിൽ ദുആ ചെയ്യുകയാണ്. മദീനത്തെ പള്ളിയിൽ എത്ര സ്ഥലമുണ്ട്? മാ ബൈന ഖബരി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്വർഗ്ഗപൂങ്കാവനമായ സ്ഥലമില്ലേ? മദീനത്തെ പള്ളിക്ക് ഒരുപാട് തൂണുകളില്ലേ? അവിടെ മിമ്പറില്ലേ? അവിടെ വാതിലുകളില്ലേ? അവിടെ പല സ്ഥലങ്ങളിലെ വിശാലമായ മദീനത്തെ പള്ളിയിലുള്ള ആ വിശാലതയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഹബീബരായ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അരികിൽ വന്നുകൊണ്ട് നിസ്കരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആരെ? ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ. ആരാണ് ഉസാമത്ത് ബിൻ സെയ്ദ്? ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ ഏക സ്വഹാബി വര്യനായ നബി തങ്ങളുടെ ഹിബ് എന്നറിയപ്പെടുന്ന സെയ്ദ് എന്നവരുടെ പുത്രൻ ഹിബ്ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉസാമ റളിയല്ലാഹു അൻഹു. ആ ഉസാമത്ത് റളിയല്ലാഹു അൻഹു യുസല്ലി ഇൻദ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിയുടെ ഖബറിന്റെ അരികിൽ നിസ്കരിക്കുന്നു. ആ സമയത്ത് പിന്നിൽ നിന്നൊരു വിളി കേൾക്കാണ്. ആരാ വിളിക്കണമെന്നറിയോ? ഭരണാധികാരിയായ അധികാരത്തിന്റെ ചെങ്കോലുമായി നടക്കുന്ന മർവാൻ ഇബ്നുൽ ഹക്കം. ആ മർവാൻ വിളിക്കുകയാണ്. എന്താ വിളിച്ചു പറയുന്നത്? ഇന്നത്തെ വഹാബികൾ പറയുന്ന അതേ രീതി. ഇന്നത്തെ വഹാബികൾ എന്താ ചെയ്യുന്നത്? അവരെന്താ പറയുന്നത്? ഇലാഹുമാരെ പ്രതിഷ്ഠിച്ചതിനെ സംബന്ധിച്ച് ഔലിയാക്കന്മാരെ പിന്നാലെ പോകുക എന്നർത്ഥം വെക്കുക. വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ, സൂറത്തു സുമറിന്റെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്താ വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ? ഇവിടെ ഔലിയാക്കളുടെ പിന്നാലെ പോകുക എന്നാണ് അർത്ഥം വെച്ചത്. ഇവിടെ പ്രസംഗിച്ച മൗലവി അർത്ഥം വെച്ചത് എന്താ? ഔലിയാക്കളുടെ പിന്നാലെ പോകുക. അതാണോ അതിന്റെ അർത്ഥം? വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹുവിനെ കൂടാതെയുള്ള ഇലാഹുമാരെ. ഔലിയാ എന്ന് പറഞ്ഞാൽ ഐ ആലിഹതൻ എന്നാണ് അതിന്റെ തഫ്സീർ. തഫ്സീർ നോക്കാൻ ഇവർ പറയില്ലല്ലോ. ഇവിടെ പ്രസംഗം ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ. ഒരൊറ്റ തഫ്സീറിലേക്കും ആളുകളെ ക്ഷണിക്കൂല. പരിശുദ്ധ ഖുർആനിന്റെ അറബിയുടെ ആ സുന്ദരമായ മേഖലയിലേക്ക് ആളുകളെ ക്ഷണിക്കൂല. അത് മറച്ചു വെക്കും. എന്നിട്ട് അറബി വായിച്ചിട്ട് എന്തൊക്കെയോ തോന്നിയ അർത്ഥം വെക്കുക. നഊദു ബില്ലാ. അള്ളാഹു അവർക്കൊക്കെ സൽബുദ്ധി. നമ്മളവരെ നരകത്തിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറയാൻ പോണില്ല. നിങ്ങൾ നരകത്തിലാവരുത് എന്നാണ് നമ്മളെ ചിന്ത. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് തരട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പൊ വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ എന്ന് പറഞ്ഞാൽ ദൈവങ്ങളെ സ്ഥാപിച്ചവരെ സംബന്ധിച്ചാണ് ആ പറയുന്നത്. അല്ലാതെ ഔലിയാക്കളെ പിന്നാലെ നടക്കുക എന്നല്ല. ഇവിടെ പ്രസംഗിച്ച മൗലവി നിരന്തരമായി അർത്ഥം വെച്ചു. വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ, ഔലിയാക്കളെ പിന്നാലെ പോകുന്നവർ. എവിടുന്ന് കിട്ടിയ അർത്ഥം? നിങ്ങൾക്ക് ആ അർത്ഥം എവിടുന്ന് കിട്ടി? നോക്കൂ നിങ്ങൾ. അന്നൽ ആയത നസലത് ഫീ സലാസതി അഹ്യാഇൻ ആമിരിൻ വകിനാനത വഅബീ സലമത കാനൂ യഅബുദൂന അൽ-ലൗസാൻ വയഖൂലൂന അൽ മലായികതു ബനാതുല്ലാഹ്. റൂഹുൽ മആനിൽ കാണാം. മലക്കുകൾ അല്ലാഹുവിന്റെ പെൺമക്കളാണെന്ന് വാദിച്ച ആളുകൾ, അവരെ പറ്റിയാണ് പറയുന്നത്. ആ നിലയിൽ അല്ലാഹു അല്ലാതെ ദൈവങ്ങളെ സ്ഥാപിച്ച ആ ഗോത്രക്കാരെ പറ്റിയാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് പറയുമ്പോൾ, അപ്പൊ
ദൈവത്തെ പ്രതിഷ്ഠിച്ച, ദൈവങ്ങളെ ആരാധിച്ച, ദേവന്മാരെ പൂജിച്ച ആ വിഭാഗത്തെ പറ്റി വല്ലദീന തഖദു മിൻ ദൂനിഹി ഔലിയാ അമാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ എന്ന ആയത്തിന് ഔലിയാക്കളെ പിന്നാലെ പോകുന്നവർ, ഔലിയാക്കളോട് തേടുന്നവർ എന്ന് നിരന്തരമായി ഈ അങ്കണി മുഖർ ഈ സ്റ്റേജിൽ വെച്ചുകൊണ്ട് ഒരു മൗലവി മണിക്കൂറുകളോളം പ്രസംഗിക്കാം. എത്ര അപകടകരമാണിത്! പരിശുദ്ധ ഖുർആനിനെ നിർലജ്ജമായ, നിസ്സങ്കോചമായ ദുർവ്യാഖ്യാനമല്ലേ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇവിടെ പറയുന്നത്? അപ്പോ ഇങ്ങനെ ഖുർആനിനെ മാറ്റി അർത്ഥം വെക്കുക. ഏതുപോലെ മർവാൻ ചോദിച്ച ചോദ്യം എന്താണ്? ഉസാമത്ത് ബിൻ സയ്യിദ് നബിയുടെ ഖബറിന്റെ അരികിൽ നിസ്കരിക്കുന്നു, നബിയുടെ ഖബറിന്റെ അരികിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്നു. ശ്രദ്ധിക്കണേ, ഹദീസിന്റെ ലഫ്ള് അങ്ങനെയാണ്. യുസല്ലി ഇൻദ ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇസ്നാദുഹു ഹസനുൻ. അതിന്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും. പ്രബലമായ പരമ്പരയാണുള്ളത്. അല്ലെങ്കിൽ യദഉ ഇൻദ ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്യണം. ഇന്ന് മൗലവിമാര് വിഷയത്തെ വഴിതിരിച്ചു വിടുന്നത് പോലെ ഖുർആനിനെ അറബി വായിച്ചിട്ട് അർത്ഥത്തിൽ മാറ്റം വരുത്തുന്നത് പോലെ മർവാൻ എന്താ ചെയ്തത് അറിയോ? ഒരു ചോദ്യ, പിറകിൽ നിന്നൊരു ചോദ്യം. ആ തുസല്ലി ഇന്ദ എന്ന് പറയേണ്ടടുത്ത് ആ തുസല്ലി ഇലാ ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാക്കി. ഖബറിലേക്ക് നിസ്കരിക്കുകയാണോ? ഖബറിലേക്ക് ദുആർക്കാണോ? ദുആ അല്ലാഹുവിനോടാണ്, പരിസരം ഖബറാണ്. ആ നിലയിലാണ് ഹദീസുള്ളത്. ആ നിലയിലാണ് ഉസാമ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വര്യൻ പ്രവർത്തിക്കുന്നത്. പക്ഷേ പിറകിൽ നിന്ന് ഇത് നോക്കിക്കാണുന്ന മർവാന്റെ ദുഷ്ടചിന്തയിൽ നിന്ന് വരുന്ന ചോദ്യമാണ് ഇന്നത്തെ മുഴുവൻ മൗലവിമാരും ഈ സമുദായത്തോട് അധിക്ഷേപ ഭാഷയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മമ്പുറത്ത് മഖാമിൽ ദുആർക്കുമ്പോൾ മഖാമിലേക്ക് ദുആർക്കുന്നു എന്നാക്കി മാറ്റുക അല്ലേ? ഇതാരാ തുടക്കം കുറിച്ചത്? ഇത് തുടക്കം കുറിച്ചത് മർവാനാണ്. ആ സമയത്ത് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ആയത്തു ഹദീസ് ഒന്നും പറയാൻ പോയില്ല. കാരണം അവരോടത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരൊറ്റ മറുപടിയാണ്. എന്താ പറഞ്ഞത്? ഇന്നി ഉഹിബ്ബുഹു. ഞാൻ ഇവിടെ ദുആർക്കാൻ കാരണം, ഞാൻ ഈ ഖബറിന്റെ അരികിൽ വെച്ച് നിസ്കരിക്കാൻ കാരണം, ഇന്നി ഉഹിബ്ബുഹു, ഞാൻ ഈ ഖബറിൽ കിടക്കുന്ന ഹബീബരായ മുഹമ്മദുർ റസൂലുള്ളാഹി, എന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, എന്റെ മനസ്സിന്റെ മാണിക്യ കല്ലായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ അങ്ങേ അറ്റം സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. വേറെ ആയത്തു ഹദീസ് ഒന്നും ഓതിയില്ല, എന്റെ ആവശ്യമില്ല. എന്നിട്ട് പറഞ്ഞു, ഇന്നി സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ യുബ്ഗിദു കുല്ല ഫാഹിഷിൻ മുതഫഹിഷിൻ. മ്ലേച്ഛം പറയുന്ന ഇമ്മാതിരിക്കത്തെ ആൾക്കാരോട് അല്ലാഹു കോപിക്കുന്നുണ്ട്. ഇന്നക ഫാഹിഷുൻ മുതഫഹിഷുൻ. മർവാനെ, നീ മ്ലേച്ഛം പറയുന്നവനാണ്, മ്ലേച്ഛത്തെ നിർമ്മിക്കുന്നവനാണ്. ആ കഠോരമായ പ്രതികരണമാണ് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു നടത്തിയത്. നമുക്ക് ഈ മൗലവിയോടും പറയാനുള്ളത് അതാണ്. ഇന്നക ഫാഹിഷുൻ മുതഫഹിഷുൻ. താങ്കളുടെ ഭാഷ, താങ്കളുടെ നാവ്, താങ്കളുടെ സംസാരം അത് അധിക്ഷേപത്തിൻ്റെതാണ്, അത് മ്ലേച്ഛമാണ്, അത് നീചമാണ്. നീചത്തെ താങ്കൾ വളരെ പ്രയാസത്തോടു കൂടിയാണ് നിർമ്മിച്ചുകൊണ്ട് ഉണ്ടാക്കി ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാ നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഈ ട്വിസ്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇവിടെ നടന്ന പ്രസംഗങ്ങളും ആ നിലയിൽ തന്നെയാണ്. ഇവിടെ പറഞ്ഞു, എന്താ പറഞ്ഞത്? പരലോകത്ത് ഒരാൾ പരലോകത്തേക്ക് പോകുമ്പോ മരണവേളയിൽ അസ്രായീലും മലക്കുകളോട് വരുന്ന സമയത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഹത്താ ഇദാ ജാഅ അഹദുഹുൽ മൗത്ത്. അവരിൽ അത് കാഫിറായാലും വേണ്ടില്ല,
ദോഷിയായ മുസ്ലിമായാലും വേണ്ടില്ല. ഹത്താ ഇദാ ജാ അഹദഹുൽ മൗത്ത്, മരണമാസന്നമായാൽ ഖാല, അവൻ പറയും റബ്ബി, റബ്ബേ, ഇർജിഊനി. എന്താ ഇതിന്റെ തഫ്സീർ? തഫ്സീറിലേക്ക് ഇവർ ക്ഷണിക്കൂലല്ലോ, ഇവർ കൊട്ടക്കണക്കിന് അർത്ഥം വെച്ച് പോകലില്ല. റബ്ബി, എന്റെ റബ്ബേ, ഇർജിഊനി, റബ്ബേ എന്നെ ദുനിയാവിലേക്ക് മടക്കണമേ. അതാണ് ഒരു തഫ്സീർ. വേറെ ഒരുപാട് തഫ്സീറുകളുണ്ട്. മറ്റൊരു തഫ്സീർ എന്താണ്? റബ്ബി, എന്റെ റബ്ബേ, ഇർജിഊനി, റബ്ബി എന്റെ റബ്ബേ. അതവിടെ കഴിഞ്ഞു. റബ്ബിനോട് ഇസ്തിഗാസ അവ്വലൻ, ആദ്യമായിട്ട് റബ്ബിനോട് ഇസ്തിഗാസ ചെയ്യുകയാണ്. യസ്തഗീസു അവ്വലൻ ബില്ലാഹ് ഫയഖൂലു റബ്ബി, ആദ്യം അല്ലാഹുവിനോട് സഹായം തേടുകയാണ്. അപ്പോൾ അവൻ റബ്ബി എന്ന് പറയാണ്. എന്നിട്ട് സുമ്മ യഖൂലു ലിൽ മലായികത്തി അല്ലദീന ഹദറൂഹു ലിഖബ്ദിർ റൂഹി ഇർജിഊനി ഐ റുദ്ദൂനി ഇല ദുനിയാ. ഇമാം നസഫിയുടെ തഫ്സീറിൽ കാണാം. രണ്ടാമത് മലക്കുകളോട് സഹായം തേടാണ്. എന്നെ മരിപ്പിക്കല്ലേ, എന്നെ മടക്കുവിൻ ദുനിയാവിലേക്ക്. ആദ്യം അല്ലാഹുവിനോട് സഹായം തേടിയിട്ട് പിന്നെ മലക്കുകളോട് സഹായം തേടാണ്. ഈ ആയത്ത് ഇവിടെ ഈ അങ്കടി മുഖറിൽ ഒരു മൗലവി പ്രസംഗിച്ചു. ഞാൻ ആ മൗലവിയോട് നല്ല ഭാഷയിൽ, നമുക്ക് അവരോട് വെറുപ്പോ വിദ്വേഷം നമ്മൾ ഇതുവരെ അവളെ കണ്ടിട്ടില്ല, അവർ നമ്മളെയും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇവിടെയുള്ള പാരമ്പര്യ മുസ്ലിമീങ്ങൾ നരകത്തിലേക്കാണ് പോകുന്നതെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഓതിവെച്ച ഈ ആയത്തിന്റെ തഫ്സീർ നിങ്ങൾക്കെതിരല്ലേ? കാരണം നിങ്ങളെ വാദം എന്താ? നിങ്ങളെ വാദം മനുഷ്യരല്ലാത്ത ജിന്ന് മലക്കുകളോട്, സമീപത്തുള്ള ജിന്ന്, കഴിവുള്ള ജിന്ന്, ജീവനുള്ള ജിന്ന്, അല്ലെ സമീപത്തുള്ള മലക്ക്, കഴിവുള്ള മലക്ക്, ജീവനുള്ള മലക്ക്, ഹാജറുള്ള ഒരു മലക്കിനോട് ഒരു മനുഷ്യൻ സഹായം തേടുന്നത് അതെന്താണ്? മറ്റു മുജാഹിദുകളുടെ ഗ്രൂപ്പുകളൊക്കെ പറയുന്നത് തനിച്ച ശിർക്കാണ്. എന്നാൽ ഇവിടെ പ്രസംഗിച്ച ആ ഗ്രൂപ്പുകാരെന്താ പറയുന്നത്? അത് ശിർക്കല്ല, പിന്നെയോ അത് ശിർക്കിലേക്ക് എത്തിക്കുന്ന വസീലത്തുൻ ഇല ശിർക്കായ ഹറാമാകുന്നു. അപ്പൊ ഈ മരിക്കുന്ന സമയത്ത്, അദാബ് മുന്നിൽ കാണുന്ന സമയത്ത് ഹറാമാണോ ചെയ്യാ മനുഷ്യന്മാര്? നിങ്ങളെ വാദം പൊളിഞ്ഞില്ലേ? നിങ്ങളുടെ വാദം നിങ്ങൾ തന്നെ എഴുതി വെച്ച വാദം ഉണ്ടല്ലോ. ഇത് നിങ്ങളുടെ പുസ്തകമാണല്ലോ, ഇസ്ലാഹ് മാസിക. ഈ മാസികയിൽ നിങ്ങൾ ഇത് കണ്ടോ? ഏപ്രിൽ മാസം 2013 ഇതിന്റെ 35-ാമത്തെ പേജിൽ പറയുന്നത് വസീലത്തുൻ ഇല ശിർക്കാണ്. ഇവിടെ പ്രസംഗിച്ചപ്പോഴും ആ മൗലവി അതിനെപ്പറ്റി എന്തൊക്കെ പറയുന്നുണ്ട്. ശിർക്കിലേക്കുള്ള വസീലയായ ഹറാമാണ്. മരിക്കണ സമയത്ത് ആരെങ്കിലും ശിർക്ക് ചെയ്യോ? മരിക്കാൻ പോണ സമയത്ത് എന്താ? ലഅല്ലി അഅമലു സാലിഹൻ എന്നാണ്. നിങ്ങൾ എന്നെ മടക്കുകയാണെങ്കിൽ ഞാൻ സാലിഹുകൾ, നല്ല കർമ്മങ്ങൾ ചെയ്യാമെന്നാണ് ഈ മരണാസന്ന വ്യക്തി പറയുന്നത്. ഇവരുടെ ഭാഷ പ്രകാരം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താകും മരിക്കുന്ന വ്യക്തി മലക്കിനോട് സഹായം തേടുമ്പോൾ? അത് ഒന്നുകിൽ ശിർക്കാവണ്ടേ, അല്ലെങ്കിൽ ശിർക്കിലേക്ക് നയിക്കുന്ന ഹറാമാവണ്ടേ. ശിർക്കും ഹറാമും ചെയ്യും എന്നാണോ ആ ആയത്തിന്റെ താല്പര്യം? അപ്പൊ ഇവിടെ അങ്കടി മുഖറിൽ നിങ്ങൾ ഒരുപാട് സമയം വിശദീകരിച്ച ഈ ആയത്ത്, ആ ആയത്തിന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ നൽകിയ ഒന്നാമത്തെ വ്യാഖ്യാനം നിങ്ങളുടെ മുജാഹിദ് പ്രസ്ഥാനമാകുന്ന കൊട്ടാരത്തെ മുഴുവൻ തകർത്തു തരിപ്പണമാക്കിയില്ലേ? എന്തേ നിങ്ങളത് ആലോചിക്കാത്തത്? സ്വന്തം ഓതിവെച്ച ആയത്ത് തങ്ങൾക്ക് തന്നെ തിരിച്ചടിയാണ്, തങ്ങളുടെ വാദത്തിന് തിരിച്ചടിയാണ്, തങ്ങളുടെ അടിസ്ഥാന മൂല്യത്തെ തന്നെ തകർത്തു തരിപ്പണമാക്കി കഴിഞ്ഞു. എന്നിട്ട് ആ ആയത്താണ് നമുക്കെതിരെ ഓതുന്നത്. ഇന്ന് ആരെങ്കിലും സദസ്സിന്ന് മുജാഹിദിന്റെ സഹോദരങ്ങള് ഒരു കാലിയായ കുറെ കസേരകളും കാണുന്നു, അതിന്റെ അടിയിൽ കുറച്ച് ആൾക്കാരും കാണുന്നുണ്ട്. ആ ആൾക്കാരൊന്ന് ചോദിക്കണ്ടേ, ഈ ആയത്ത് ഇവിടെ ഓതി വെച്ചാൽ ഇത് പ്രശ്നാകും കേട്ടോ എന്ന് ആ മൗലവിമാരോട് ഒന്നുണർത്താൻ, ഒന്ന് ഓർമ്മപ്പെടുത്താൻ ആരെങ്കിലും ഒരാളുണ്ടായോ? അതിന് നമ്മളിവിടെ സ്റ്റേജ് കെട്ടേണ്ടി വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നോക്കൂ, നിങ്ങൾ
ഇവിടെ പ്രധാനമായിട്ട് വലിയ വെണ്ടക്കക്ഷരത്തിൽ പറഞ്ഞിട്ടെന്താ? അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഔലിയാക്കളോട് ചോദിക്കുന്നു, അതുകൊണ്ട് അബൂജഹലിനേക്കാളും മോശമാണ്, അതുകൊണ്ട് നരകത്തിലാണ്, അതുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നല്ല ഇവിടെ പറഞ്ഞത്. എന്താണ് ആ പറഞ്ഞതിനർത്ഥം? ഇവിടെയും ഇവരാകെ, ഞാൻ ഇവിടുത്തെ ഈ അങ്കടി മുഖറിലുള്ള ഈ പ്രസംഗം മുഴുവൻ ഞാൻ കേട്ടു. ഈ പ്രസംഗം മുഴുവത്തിലും ഇവിടെ ഒരു സ്ഥലത്തും അവര് അഭൗതിക മാർഗത്തിലൂടെ സഹായം തേടലാണ് പ്രാർത്ഥന, മറഞ്ഞ മാർഗത്തിലൂടെ സഹായം തേടുന്ന പ്രാർത്ഥന. ഉദാഹരണം, ബഗ്ദാദിൽ മറപ്പെട്ട് കിടക്കുന്ന മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളോട് അങ്കടി മുഖറിൽ നിന്ന് യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ഇവിടുന്ന് പറഞ്ഞാൽ അവിടെ കേൾക്കുന്നത് മറഞ്ഞ മാർഗാണല്ലോ. അതാണ് പ്രാർത്ഥന, അത് അഭൗതികമാണ്, അത് പ്രാർത്ഥനയാണ് എന്നല്ലേ 1924 മുതൽ ഇതുവരെ നിങ്ങൾ പറഞ്ഞു പോകുന്നത്. പക്ഷേ ഇവിടെ പ്രസംഗിച്ച 3 മൗലവിമാരും അഭൗതികം മറഞ്ഞത് എന്നുള്ളൊരു വാക്കേ പറഞ്ഞില്ല. അത് ശ്രദ്ധിച്ചോ നിങ്ങൾ? അത് ശ്രദ്ധിച്ചോ മുജാഹിദിന്റെ ശ്രോതാക്കൾ? ചോദിക്കണ്ടേ മൗലവിമാരോട്? മുജാഹിദിന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ ചോദിക്കണ്ടേ, എവിടെ പോയി നമ്മുടെ അഭൗതികം? എവിടെ പോയി നമ്മുടെ മറഞ്ഞ മാർഗം? എവിടെ പോയി നമ്മുടെ അദൃശ്യമാർഗം? KM മൗലവി മുതൽക്ക് ഇന്നോളമുള്ള സർവ മൗലവിമാരും കവലകൾ തോറും 100 കണക്കിന് തവണ ഉച്ചരിച്ച അഭൗതികം എവിടെ പോയി? അദൃശ്യം എവിടെ പോയി? മറഞ്ഞ മാർഗം എവിടെ പോയി? ഇതൊന്നും അവർക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം അത് പറഞ്ഞാൽ നിരന്തരമായ ചോദ്യങ്ങൾ വന്നു, മറുപടിയില്ലാതെയായി. നമ്മൾ തന്നെ അവരോട് സംവാദങ്ങളിലും മുഖാമുഖങ്ങളിലും ഖണ്ഡനങ്ങളിലും ചോദ്യങ്ങൾ ഉന്നയിച്ചു. മറുപടിയിൽ അഭൗതികം പറഞ്ഞാൽ കുടുങ്ങുമ്പോ ഇപ്പൊ മരിച്ചുപോയ ഔലിയാക്കൾ മാത്രമായി. നോക്കൂ, ഇവിടെ പ്രസംഗിച്ച 2.5 മണിക്കൂർ പ്രസംഗം എന്റെ ശബ്ദം ശ്രവിക്കുന്ന പാവപ്പെട്ട മുജാഹിദിന്റെ സഹോദരങ്ങളുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി കേൾക്കുക. കേൾക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, കേൾക്കുക. അഭൗതികം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അദൃശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടോ? കാരണം അത് പറയാൻ കഴിയൂല. എന്തുകൊണ്ട് കഴിയൂല? കാരണം അത് അത് ഖുർആനില്ല. അഭൗതിക മാർഗത്തിലൂടെ സഹായം തേടലാണ് പ്രാർത്ഥന. ഇതല്ലേ ഇവരുടെ വിശദീകരണം. മറഞ്ഞ മാർഗത്തിലൂടെ ഒരാൾ മറ്റൊരാളോട് സഹായം തേടലാണ് പ്രാർത്ഥന എന്ന ഒരു നിർവചനം ആരാണ് ഉണ്ടാക്കിയത്? ആദം നബി അലൈഹി ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ നബി വരേക്കുമുള്ള 1,00,000-ൽ പരം വരുന്ന ഏതെങ്കിലും ഒരു നബി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു സഹാബി പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. പിന്നെ അത് ആരുണ്ടാക്കിയതാണ്? നോക്കൂ നിങ്ങൾ, എന്റെ കയ്യിലുള്ള ഈ പുസ്തകം ജിന്ന് വിവാദം വസ്തുത എന്ത് എന്ന അബൂബക്കർ പൂഴിത്തറ എഴുതിയ ഈ പുസ്തകത്തിന്റെ 32-ാമത്തെ പേജിൽ കൃത്യമായി പറയുന്നു, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നും അഭൗതികമെന്നും കഴിവിനതീതമെന്നും അദൃശ്യമാർഗമെന്നുമെല്ലാം ആരാധനയുടെ സത്തയായ പ്രാർത്ഥനയുടെ നിർവചനം വിശദീകരിക്കപ്പെട്ട വിശദീകരണം വിശുദ്ധ ഖുർആനോ പ്രവാചകനോ പറഞ്ഞതല്ല. ഇവിടെ പ്രസംഗിച്ച മൗലവി എന്താ പറഞ്ഞത്? ഞങ്ങള് ഖുർആനിലേക്ക് ക്ഷണിക്കുകയാണ്, പ്രവാചകനിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നാ ചോദിക്കട്ടെ, ഇത് നിങ്ങൾ ഈ പറഞ്ഞ ദീനിൽ കടത്തിക്കൂട്ടിയ ഈ പ്രാർത്ഥനാ നിർവചനം ഖുർആനിലുമില്ല, ഹദീസിലുമില്ല, പിന്നെ ഏതിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്? അതിന്റെ തൊട്ടു താഴെ പറയുന്നു, നാം മുജാഹിദുകളായി ആവിഷ്കരിച്ചെടുത്തൊരു വിശദീകരണം മാത്രമാണ്. ഇത് മുജാഹിദുകൾ മാത്രം ഉണ്ടാക്കിയതാണ്, ഇത് ദീനിൽ കടത്തിക്കൂട്ടിയതാണ്. ഈ കടത്തിക്കൂട്ടിയ ആ പ്രാർത്ഥനയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അത് പ്രസംഗിക്കാനാണ് ഇവിടെ വന്നത്. അല്ലാതെ ഖുർആനും ഹദീസും റസൂലും സഹാബത്തും പറഞ്ഞ ആ ദുആ അല്ല. എന്താ ദുആ എന്ന് പറഞ്ഞാൽ? എന്താണ് ദുആ? എന്താണ് ദുആ? എന്താണ് ദുആ? ചോദിക്കൂ മൗലവിമാരോട്. എന്റെ പ്രിയപ്പെട്ട മുജാഹിദിന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മൗലവിമാരോട് ഇന്നു തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. എന്താണ് ദുആ? അഭൗതികം എന്ന ഒരു വാക്ക് ദുആയുടെ നിർവചനത്തിൽ ഏതെങ്കിലും ഒരു പ്രമാണത്തിൽ കാണിക്കാമോ? ചോദിക്കും മൗലവിമാരോട്. വിയർക്കാത്ത സ്ഥലത്ത് പോലും അവർ വിയർത്തു പോകും. അതാ ഉണ്ടാകുക.
അപ്പൊ ഇവര് പറയുന്നത് എന്താ? ഇവിടെ ഒന്ന് പറഞ്ഞ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകള് മുഹ്യിദ്ദീൻ ശൈഖിനോട് നടത്തുന്നു. ആരാ നടത്തുന്നത്? പ്രാർത്ഥന അല്ലെങ്കിൽ ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അടിമ തന്റെ റബ്ബിനോട് നടത്തുന്ന അപേക്ഷയാണ് പ്രാർത്ഥന. അതാണ് ഇബാദത്തിന്റെ ഇനമായ ദുആ. പിന്നെ നിങ്ങളത് അല്ലാത്തതിന് പ്രാർത്ഥന എന്ന് ഇപ്പൊ നമ്മൾ സാധാരണ പറയാറില്ലേ? എന്താ പറയാറുള്ളത്? പഞ്ചസാര ചാക്കിന്റെ പുറത്ത് കുരുമുളക് പൊടി എന്ന് എഴുതി വെച്ചാൽ ഉറുമ്പ് വരാതിരിക്കുവോ? അപ്പൊ നിങ്ങള് പ്രാർത്ഥന അല്ലാത്ത ഒന്നിനെ പ്രാർത്ഥന എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഞാൻ കൃത്യമായി പറഞ്ഞു, ത്വലബുൽ അബ്ദി മിർ റബ്ബിഹി ഹവായിജഹു, ഇതാണ് പ്രാർത്ഥന, ഇതാണ് ദുആ. അതെവിടെ പറഞ്ഞത് എന്ന് എന്നോട് ചോദിച്ചോളൂ, അല്ലെങ്കിൽ ഇരിക്കുന്ന ഉസ്താദ്മാരോട് ചോദിച്ചോളൂ. കൃത്യമായി അവർ പറഞ്ഞു തരും. പക്ഷേ നിങ്ങൾ പറഞ്ഞ പ്രാർത്ഥന ഏത് നബി പഠിപ്പിച്ചോ, ഏത് മലക്ക് പഠിപ്പിച്ചോ, ഏത് സഹാബി പഠിപ്പിച്ചോ, ഏത് ഇമാമ് പഠിപ്പിച്ചോ, ഏത് ഗ്രന്ഥത്തിന്റെ ഏത് വോള്യത്തിന്, ഏത് പേജിന്, ഏത് പാരഗ്രാഫിന്, ഏത് വരിയിലാണ് അത് ഉള്ളത് എന്ന് മൗലവിമാരോട് ഒന്ന് ചോദിച്ചു നോക്കൂ. ഇപ്പോ തന്നെ ചോദിച്ചു നോക്കൂ. പറയാൻ കഴിയില്ല. ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു സ്രഷ്ടാവാണ് എന്ന നിലയിലാണ്, അള്ളാഹു റബ്ബാണ് എന്ന വിധത്തിലാണ്, അള്ളാഹു ഇലാഹാണ് എന്ന വിധത്തിലാണ്. ഞാൻ ഒരൊറ്റ ഉദാഹരണം, എന്റെ സമയക്കുറവ് കാരണത്താൽ 9 മണി വരെയാണ് എന്റെ സമയം എന്നോട് സംഘാടകർ പറഞ്ഞിട്ടുള്ളത്. ആ കാരണത്താൽ ഞാൻ ചുരുക്കുകയാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ ഈ സദസ്സിനെ പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം. റജീബായ ആട്ടി ഓടിക്കപ്പെട്ട ലഅനത്താക്കപ്പെട്ട ശൈത്താനെ തൊട്ട് കാവൽ ചോദിക്കണം. ആരോടാ കാവൽ ചോദിക്കല്? ഫാത്തിഹ സൂറത്ത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്താ ഓതാറുള്ളത്? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഇസ്തിആദത്തിന് വേണ്ടി അല്ലാഹുവിനോട് നടത്തുന്ന ദുആ അല്ലേ? അപ്പൊ അത് അള്ളാഹുവിനോട് നടത്തുന്ന ദുആയാണ്. അത് അള്ളാഹുവിനോട് നടത്തുമ്പോഴാണ് നമ്മളിൽ നിന്ന് അത് ദുആയായി മാറുക. എന്നാൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അബൂ മസ്ഊദിനിൽ ബദരി റളിയല്ലാഹു അൻഹു തന്റെ ഒരു അടിമയെ കഠിനമായി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അടിമ അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയാണ്, അഊദു ബില്ലാഹ് ഫജഅല യഖൂലു അഊദു ബില്ലാഹ്, ഞാൻ എന്റെ യജമാനനായ താങ്കളെ തൊട്ട് അല്ലാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു എന്നിങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അദ്ദേഹം അടി നിർത്തിയില്ല. ആ സമയത്ത് ഫഖാല അഊദു ബിറസൂലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് കാവൽ തേടുന്നു. അഊദു ബില്ലാഹ് എന്ന് പറഞ്ഞിട്ട് അടി നിർത്താത്ത സ്വഹാബി, അടിമ പറയുന്നു അഊദു ബിറസൂലില്ലാഹ്. ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാ. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ സ്വഹീഹുൽ ബുഖാരി കഴിഞ്ഞാൽ അടുത്തത് സ്വഹീഹ് മുസ്ലിമാണല്ലോ. ആ സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാ. ഇതാണ് കേട്ടപ്പോൾ നബി തങ്ങളപ്പം ഇങ്ങനെ വരുന്നുണ്ട്, നബി തങ്ങളും ഇത് കേട്ടിട്ടുണ്ട്. അപ്പൊ അടി അങ്ങോട്ട് നിർത്തി. നബി പറഞ്ഞു, അല്ലാഹുവിനോട് ചെയ്യേണ്ടുന്ന പ്രാർത്ഥന എന്നോട് നീ നടത്തിയിരിക്കുന്നു, അതുകൊണ്ട് നീ ശിർക്കായി. ഇത് പറഞ്ഞോ? നബി പറഞ്ഞില്ല. നബി പറഞ്ഞെന്താ? വല്ലാഹി ലല്ലാഹു അഖ്ദറു അലൈക മിൻക അലൈ, നിന്നേക്കാളും അല്ലാഹ്ക്ക് നിന്റെ അടിമനെ എൻ്റെ മേൽ കഴിവുണ്ട്, അത് അല്ലാഹുവിനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് അവിടെ അവസാനിപ്പിച്ചു. അത് കേട്ടപ്പോ ആ സ്വഹാബി തന്റെ അടിമയെ മോചിപ്പിക്കുകയുണ്ടായി. ഇവിടെ അഊദു അല്ലാഹുവിനോട് അഊദു അല്ലേ? എന്താ ഖുർആൻ പറഞ്ഞ എന്താണ്? ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. തന്നെ ഖുർആൻ പറഞ്ഞത് റജീമായ ശൈത്താനെ തൊട്ട് അല്ലാഹുവിനെ കൊണ്ട് ഇസ്തിആദത്ത് ചെയ്യണം എന്നല്ലേ? ഈ സ്വഹാബി പറയാണ് അഊദു ബിറസൂലില്ലാഹ്. ഞാൻ ചോദിക്കട്ടെ മൗലവിമാരോട്, എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുജാഹിദിന്റെ സഹോദരങ്ങളോടൊന്ന് ചെറുതായി ചോദിക്കട്ടെ, വിനയത്തോടെ ചോദിക്കട്ടെ, ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനൊന്നും അല്ല. ഇവിടെ ഇപ്പൊ ഈ സ്വഹാബി മുശ്രിക്കായോ? നിങ്ങളെ ഭാഷയിൽ ഇപ്പൊ ആ സ്വഹാബി എവിടെയുള്ളത്?
നിങ്ങളെ അങ്കടി മുകളിലുള്ള പരമ്പരാഗത മുസ്ലിമീങ്ങളെ ആക്ഷേപിക്കുവാൻ വേണ്ടി കെട്ടിയിറക്കിയ വാദങ്ങളുടെ പരിണിതിയും പ്രത്യാഘാതവും എവിടേക്കാണ് ചെന്നുമുട്ടുന്നത്? പരിശുദ്ധരായ സ്വഹാബികളെ മുശ്രിക്കാക്കുന്ന പണിയല്ലേ നിങ്ങളുടെ പ്രസംഗത്തിലുള്ളത്? തീർന്നോ? മറ്റൊരു സംഭവം കൂടി പറയാം. ആയിഷ ബീവി പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് സഫിയ ബീവി ഒരു പലഹാരം കൊടുത്തയച്ചു. ഞാൻ ആ സംഭവം ചുരുക്കി പറയാണ്. ഇത് ആയിഷ ബീവിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആയിഷ ബീവി ആ പാത്രം ഒരു അടിയാണ് കൊടുത്തു, നിലത്തേക്ക് വീണ് പാത്രം പൊട്ടിച്ചിതറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫനദറ ഇലയ്യ റസൂലുള്ളാഹ്, ആയിഷ ബീവി പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ എൻ്റെ ഒരു നോട്ടം അങ്ങോട്ട് നോക്കി. നബിയുടെ മുഖത്ത് വലിയ ദേഷ്യവും കോപവും വന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. ഫഖുൽതു, ആയിഷ ബീവി പറയാണ്, അപ്പൊ ഞാൻ പറഞ്ഞു, അഊദു ബി റസൂലില്ലാഹ്. അഊദു ബില്ലാഹ് എന്നല്ല പറഞ്ഞത്, പിന്നെന്താ പറഞ്ഞത്? അഊദു ബി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് കാവൽ തേടുന്നു. ശിർക്കായോ? അപ്പൊ എന്താണ് ഇവിടെ? ഇത് അള്ളാന്റെ റസൂല് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന നിലയിലുള്ള പ്രസ്താവനയിൽ ശിർക്കില്ല. ഉണ്ടെങ്കിൽ ആയിഷ ബീവി ശിർക്കാവുണ്ടല്ലേ? ഇവിടെ പ്രസംഗിച്ച ആൾ എന്താ പറഞ്ഞത്? അള്ളാഹ്ക്ക് നൽകുന്ന പ്രാർത്ഥന ഔലിയാക്കൾക്ക് നൽകുന്നു. എത്ര വ്യാജമായ ഒരു പ്രസ്താവനയാണ് ആ പറഞ്ഞത്. നോക്കൂ നിങ്ങള്, ഇനിയിപ്പോ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഈ സദസ്സിലിരിക്കുന്ന നൂറുകണക്കിന് വിശ്വാസികളാണെങ്കിലും സമീപത്തുള്ള ശ്രോതാക്കളാണെങ്കിലും മറ്റു ലോകത്തെ ആദം നബി അലൈഹി സ്വലാം മുതൽക്ക് അന്ത്യനാൾ വരേക്കുമുള്ള കോടാനുകോടി ജനത, അവിടെ ജാതി മത ഒരു വ്യത്യാസവുമില്ല, ദേശ ഭാഷ സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും മഹ്ശറിൽ ഒരുമിച്ച് കൂടും. ആ മഹ്ശറിൽ ഒരുമിച്ച് കൂടുന്ന ആ നാളുകൾ, ആയിരക്കണക്കിന് വർഷങ്ങൾ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവസാനം ജനങ്ങളെല്ലാവരും വിയർപ്പിനാൽ മുങ്ങിക്കളിക്കുന്ന ആ സമയത്ത് മുഅ്മിനീങ്ങൾക്ക് ഇൽഹാം ലഭിക്കും, കാഫിരീങ്ങൾക്കല്ല. ഫയുൽഹമൂൻ, മുഅ്മിനീങ്ങൾക്ക് ഇൽഹാം ലഭിക്കും. മുഅ്മിനീങ്ങളായ ആളുകൾ അമ്പിയാക്കളെ സമീപിക്കും. ഫസ്തഗാസു ബിആദം, അവർ ആദം നബിയോട് ഇസ്തിഗാസ ചെയ്യും. ആ ഇസ്തിഗാസ പിന്നെ അതിന്റെ അവസാന ഘട്ടത്തിൽ ഹബീബരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ ചെയ്യും. ഈ ഹദീസ് എല്ലാവർക്കും അറിയില്ലേ? ഇതറിയാത്ത ആരുമില്ലല്ലോ. മഹ്ശറിലുള്ള ഈ സംഭവം അറിയാത്ത ആളുകളില്ലല്ലോ. അവസാനം നബി തങ്ങൾക്ക് ശഫാഅത്തിനുള്ള അനുവാദം ലഭിക്കും. ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിന്നാർ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഞാൻ വിശദീകരിക്കാതെ തന്നെ അറിയും. പക്ഷേ ഇവിടെ എങ്ങനെയാണ് മഹ്ശറയിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പ്രവാചകന്മാരോട് ഇസ്തിഗാസ ചെയ്യാൻ എങ്ങനെയാണ് ഇവർക്ക് ഇൽഹാം ഉണ്ടായത്? അതൊരു ചോദ്യമല്ലേ. ആ ചോദ്യത്തിന് സ്വഹീഹുൽ ബുഖാരിയുടെ പ്രഗൽഭനായ വ്യാഖ്യാതാവായ ഹാഫിദുദ്ദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഇമാം ഇബ്നു ഹജറിൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട ഇതൊന്നും സുന്നികളോടല്ല ഞാൻ പറയുന്നത് കേട്ടോ. സുന്നികൾക്ക് ഇതിലൊക്കെ ബോധവാന്മാരാണ്, അവരിതൊക്കെ ബോധേടാണ്, അവർക്ക് ഇതിലൊന്നും ഒരു സംശയവുമില്ല. സംശയാലുക്കൾ മുജാഹിദിന്റെ സഹോദരങ്ങളാണ്. നിങ്ങളോട് പറയട്ടെ, എങ്ങനെയാണ് ഇതിന് മുഅ്മിനീങ്ങളാണ് നബിമാരോട് ഇസ്തിഗാസ ചെയ്യുക? ഇതൊക്കെ സ്വഹീഹുൽ ബുഖാരിയിലുള്ള സംഭവങ്ങളാണ്. പക്ഷേ അതിനവർക്ക് ഇൽഹാം ലഭിക്കുന്നതിന്റെ നിമിത്തം എന്ത്? അതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് മഹാനായ ഹാഫിദുൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, വഫീഹി അന്നന്നാസ യൗമൽ ഖിയാമത്തി യസ്തസ്ഹിബൂന ഹാലഹും ഫിദ് ദുനിയ മിനത് തവസ്സുലി ഇലല്ലാഹ് ഫീ ഹവായിജിഹിം ബിഅംബിയാഇഹിം വൽ ബാഇസു അലാ ദാലിക അൽ ഇൽഹാം. ദുനിയാവിൽ വെച്ചുകൊണ്ട് പ്രതിസന്ധി വേളകളിൽ അമ്പിയാക്കളിലേക്ക് തവസ്സുലാകുന്ന അത് വെച്ചിട്ടാണ് പരലോകത്ത് ഇങ്ങനെ നമുക്ക് ചെയ്യാം എന്ന് മുഅ്മിനീങ്ങൾ കൂടിയാലോചനയിലൂടെ തീരുമാനിക്കുന്നത് എന്ന് ഫത്ഹുൽ ബാരിയുടെ 11ാമത്തെ വാള്യം 441ാമത്തെ പേജിൽ പറയുമ്പോൾ, അപ്പൊ നമ്മളിവിടെ പ്രസംഗിച്ച മൗലവിമാരോടൊന്ന് ചോദിച്ചു നോക്കുക, ഈ ഫത്ഹുൽ ബാരി പറഞ്ഞ പ്രകാരം നമ്മളെ പ്രസ്ഥാനം പൊളിഞ്ഞല്ലോ.
നമ്മളെ പ്രസ്ഥാനം ഇപ്പൊ എന്തേ പറഞ്ഞത്? നമ്മളെ മൗലവി എന്തേ പ്രസംഗിച്ചത്? നമ്മളെ മൗലവി അള്ളാഹു സംവിധാനിച്ച സംവിധാനങ്ങളായ അംബിയാ ഉലിയാഇനോട് ബന്ധപ്പെടുന്നത് ശിർക്കല്ല, അത് തൗഹീദിന്റെ ഭാഗമാണ് എന്ന പാരമ്പര്യ സുന്നി മുസ്ലിങ്ങളുടെ അതേ ആശയത്തെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ടാണ് ഇതിനെ ഫത്ഹുൽ ബാരി വിശദീകരിച്ചത്. നമ്മളെ വാദം പൊളിഞ്ഞല്ലോ, മുജാഹിദിന്റെ വാദം പൊളിഞ്ഞല്ലോ. മൗലവിമാര് മൂന്നാളും പ്രസംഗിച്ചത് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായിപ്പോയി. ഇതൊന്ന് ചോദിച്ചു നോക്കൂ. ഫത്ഹുൽ ബാരിയുടെ 11-ാമത്തെ വോള്യം 441-ാമത്തെ പേജിൽ പറഞ്ഞ ഈ കാര്യം കൊണ്ട് നമ്മൾ കുടുങ്ങിയാലോ? ഫത്ഹുൽ ബാരി പറഞ്ഞുകൊടുത്താണോ നമ്മൾ നിൽക്കേണ്ടത്, അതോ നമ്മൾ നിൽക്കേണ്ടത് മൗലവിമാര് പറഞ്ഞുകൊടുത്താണോ നിൽക്കേണ്ടത്? ചെറുതായിട്ടൊന്ന് ചോദിച്ചു. ഇന്ന് തന്നെ വാട്സപ്പിൽ ബന്ധപ്പെട്ടോളൂ. ഇന്ന് തന്നെ ഇവിടെ പ്രസംഗിച്ച 3 മൗലവിമാരോടും നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെട്ടോളൂ. മറുപടി ഉണ്ടാവില്ല. അത് ഞങ്ങള് ഓഫീസിൽ ചെന്നിട്ട് ആലോചിച്ചിട്ട് പറയാമെന്ന് പറയും. അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നബി തങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നതും ശഫാഅത്താണ്. നബി തങ്ങളോടുള്ള സ്നേഹം കാരണത്താൽ നബി തങ്ങളുടെ പൊരുത്തം നമ്മൾ നേടിയെടുക്കുക എന്നതും നബിയുടെ ശഫാഅത്താണ്. നോക്കൂ നിങ്ങള്, മുജാഹിദിനെ പൊരിച്ചു കളയുന്ന ഒരു ഹദീസ് ഞാൻ ഇവിടെ പറയാൻ പോവുകയാണ്. ഇവിടെ പ്രസംഗിച്ച മൗലവി പറയണത് മുസ്ലിംമാര് ഖുർആനും ഹദീസും പറയണില്ല, പിന്നെ എന്താ പറയണത്? മാലി മൗലൂദുമാണ് പറയണത്. ഞാനിവിടെ പ്രസംഗിച്ചപ്പോ ഏതെങ്കിലും മാല പാടിയോ? ഏതെങ്കിലും മൗലൂദ് പറഞ്ഞോ? ഇല്ല. അത് തെറ്റായത് കൊണ്ടല്ല, അതല്ല എന്റെ വിഷയം എന്ന നിലക്കാണ്. പിന്നെയോ, ഞാനിവിടെ പറയുന്നത് ഖുർആനും ഹദീസുമാ. ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാണ്. സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. എന്താണ് ആ ഹദീസ്? നബി തങ്ങളോട് ഒരു ചോദ്യം. ആരാണ് ചോദിക്കുന്നത്? അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബാണ് ചോദിക്കുന്നത്. ഹൽ നഫഅത അബാ ത്വാലിബിൻ ബിശൈഇൻ, നബിയേ, അങ്ങയെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ, അങ്ങേക്ക് വേണ്ടി പ്രതിരോധം തീർത്ത അബൂ ത്വാലിബ് എന്ന പിതൃവിന് വേണ്ടി എന്തെങ്കിലും മറുത്ത് ഒരു ഉപകാരം അങ്ങ് നടത്തിയിട്ടുണ്ടോ നബിയേ? നബി എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാകുക? നഅം, അതെ. ലൗലാ അന, ഞാൻ ഇല്ലായിരുന്നുവെങ്കിൽ ലകാന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാകുമായിരുന്നേനെ. പക്ഷേ നഅം വജത്തുഹു ഫീ ഗമറാത്തിൻ മിന്നാർ, നരകത്തിന്റെ നഅം വജത്തുഹു ഫീ ഗമറാത്തിൻ മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിക്കുണ്ടിലകപ്പെടേണ്ടുന്ന അബൂ ത്വാലിബിനെ ഞാൻ കണ്ടു. ഫഅഖ്റജതുഹു ഇലാ ലഹ്ളാ. എന്താണ് ആ പ്രസ്താവന? ഇത് റസൂലുള്ളാഹി പറയുന്ന മുഹിയുദ്ദീൻ ശൈഖ് പറയുമ്പോഴാണല്ലോ നിങ്ങൾക്ക് പ്രശ്നം. എന്നെ തുടർന്നവർക്ക് ഞാൻ കാവലെന്നോവർ എന്ന് മുഹിയുദ്ദീൻ ശൈഖ് പറയുമ്പോ പടച്ചോനാക്കി എന്നല്ലേ നിങ്ങൾ പറയുന്നത്? CM മടവൂരിനെ പടച്ചോനാക്കി എന്നല്ലേ നിങ്ങൾ പറയുന്നത്? മുഹിയുദ്ദീൻ ശൈഖിനെ പടച്ചോനാക്കി എന്നല്ലേ പറയുന്നത്? ഇതാരാ പറയുന്നത്? ഇത് പറയുന്നത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. നഅം വജത്തുഹു ഫീ ഗമറാത്തിൻ മിനന്നാർ ഫഅഖ്റജതുഹു ഇലാ ലഹ്ളാ, തനിച്ച തീ കുണ്ടാരത്തിൽ അകപ്പെടേണ്ടുന്ന അബൂ ത്വാലിബിനെ ഞാനാണ് മുഗൾ പരമ്പരയിലേക്ക് പുറത്തെത്തിച്ചത് എന്ന് ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി പറയുന്നു. അപ്പൊ അബൂ ത്വാലിബിനെ നരകത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചത് ഞാനാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ അത് പടച്ചോനാക്കലാണോ? നിങ്ങളെ വാദപ്രകാരം എന്തായി? നിങ്ങളിവിടെ പ്രസംഗിച്ച പ്രസംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പൊ എന്തായി? അബൂ ത്വാലിബിനെ രക്ഷപ്പെടുത്തിയതിനാൽ നബി തങ്ങൾ പടച്ചോനായി. കാരണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അത് മുഹിയുദ്ദീൻ ശൈഖിന് കഴിയൂല, നബി തങ്ങൾക്ക് കഴിയൂല എന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞത്? അല്ലാഹുവിന്റെ അനുവാദം ഉണ്ട് അതിന്. അത് പടച്ചോനാക്കലല്ല, അത് ദൈവാക്കലല്ല. നോക്കൂ നിങ്ങള്, അവിടുത്തെ ശഫാഅത്ത് എന്താണ്? ഇവിടെ അബൂ ത്വാലിബിനെ നരകത്തിൽ നിന്ന് അതിന്റെ പുറമേക്ക് എത്തിക്കണേ എന്ന് റസൂലുള്ളാഹി അല്ലാഹുവിനോട് നാവുകൊണ്ട് ദുആ ചെയ്തിട്ടില്ല. പക്ഷേ നബിയും അബൂ ത്വാലിബും തമ്മിലുള്ള ബന്ധം, അതാണ് അവിടുത്തെ ശഫാഅത്ത്.
അങ്ങനെ ഒരു ഷഫാഅത്തുണ്ട്. ഇവരെ വിചാരി ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഷഫാഅത്ത് ചോദിക്കുക, ഷഫാഅത്ത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് വിശാലമാണ്. الشفاعة ഞാൻ മാല പാടാൻ മൗലൂദ് ഓതാൻ പോവാണ്. الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاع يا سيدي خير النبي ചൊല്ലിക്കോളൂ. الصلاة على النبي والسلام على الرسول الشفيع المطهر والحبيب العربي. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഹദീസില്ലേ? ഒരു ചെറുപ്പക്കാരൻ മരിക്കാൻ പോവുകയാണ്. പക്ഷേ ആ ചെറുപ്പക്കാരന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയുന്നില്ല. ആളുകൾ ആ വിവരം റസൂലുള്ളാഹിന്റെ അടുക്കൽ അറിയിച്ചു. നബി തങ്ങൾ ആ ചെറുപ്പക്കാരന്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് അവിടുത്തെ ആളുകളോട് ചോദിച്ചു, ഈ ചെറുപ്പക്കാരന് മരണവേളയിൽ കലിമ ചൊല്ലാൻ കഴിയാത്തത് ഈ ചെറുപ്പക്കാരൻ നിസ്കാരം ഒഴിവാക്കുന്നവനാണോ? ആളുകൾ പറഞ്ഞു അല്ല. ഈ ചെറുപ്പക്കാരന് മാതാവുണ്ടോ? ആളുകൾ പറഞ്ഞു അതെ ഉണ്ട്. ആ മാതാവിനെ വിളിച്ചു വരുത്തി എന്താണ് സംഭവം എന്ന് അന്വേഷിച്ചു. അവിടെ റസൂലുള്ളാഹിയോട് ആളുകൾ വിശദീകരിച്ചു, ഇയാള് മാതാവിനെ ധിക്കരിക്കുന്ന ആളായിരുന്നു. നബി തങ്ങൾ പറഞ്ഞു അതുകൊണ്ടാണ് കലിമ ചൊല്ലാൻ കഴിയാത്തത്. ആ സമയത്ത് നബി തങ്ങൾ ആ മാതാവിനെ വിളിച്ചു. എന്നിട്ട് ആ മാതാവിനോട് ചോദിക്കുകയാണ്, അകുന്തി തശ്ഫഈന ലഹു, നിന്റെ മകന് വേണ്ടി നീ ശഫാഅത്ത് ചെയ്യുമോ, ശുപാർശ ചെയ്യുമോ? അപ്പ ആ മാതാവ് പറയാണ്, നബിയേ ഇദൻ അശ്ഫഉ, ഞാൻ ശഫാഅത്ത് ചെയ്യാം. അപ്പൊ എന്താ ശഫാഅത്ത് ചെയ്തത്? അല്ലാഹുവേ എന്റെ മകനെ രക്ഷപ്പെടുത്തണേ എന്നല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? സഹോദരി പറയാണ്, ഇന്നി ഉശ്ഹിദുക അല്ലാഹുമ്മ ഇന്നി ഉശ്ഹിദുക വ ഉശ്ഹിദു റസൂലക അന്നി ഖദ് റദീതു അനിബിനി. ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സാക്ഷ്യപ്പെടുത്തുന്നു, ഞാൻ എൻ്റെ മകന് പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനെ പറ്റിയാണ് റസൂലുള്ള ശഫാഅത്ത് എന്ന് പറഞ്ഞത്. സമീപത്തുള്ള ശ്രോതാക്കളാണെങ്കിലും മറ്റു ലോകത്തെ നബിയുമായുള്ള സ്നേഹബന്ധം അതൊരു ശഫാഅത്താണ്. നബി നമുക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുക, അത് വേറെ ശഫാഅത്താണ്. ഇങ്ങനെ പല തരത്തിലുള്ള ശഫാഅത്തുണ്ട്. അവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ലഅല്ലഹു തൻഫഉഹു ശഫാഅത്തി യൗമൽ ഖിയാമ. അബൂ ത്വാലിബ് എന്ന എന്റെ പിതൃവ്യന്, എന്റെ പിതാവിന്റെ സഹോദരന് നാളെ ഖിയാമത്ത് നാളില് എന്റെ ശഫാഅത്ത് ഉപകാരപ്പെടും. ലഅല്ലഹു തൻഫഉഹു എന്ന് പറഞ്ഞാൽ ഉപകാരപ്പെടും എന്നാണ്. ഉപകാരപ്പെട്ടേക്കാം എന്നല്ല, ഉപകാരപ്പെടുക തന്നെ ചെയ്യും. ഏതാണ് ആ ശഫാഅത്ത്? അബൂ ത്വാലിബിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തതാണോ? അല്ല. അബൂ ത്വാലിബിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തതാണോ? അല്ല. മറിച്ച് പിന്നെന്താണ്? യകൂനു മഅനാഹു അന്ന അബാ ത്വാലിബിൻ ലമ്മാ ബാലഗ ഫീ ഇക്റാമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വദ്ദബ് അൻഹു ജൂസിയ അലാ ദാലിക ബിത്തഖ്ഫീഫ് ഫഉത്രിക അലാ ദാലിക ശഫാഅത്തുൻ ലികൗലിഹാ ബിസബബിഹി. ഹാഫിദുൽ അസ്ഖലാനി തങ്ങളുടെ വിശദീകരണമാണ് പറഞ്ഞത്. അബൂ ത്വാലിബും നബിയുമായുള്ള ബന്ധമാണ് അവിടുത്തെ ശഫാഅത്ത്. അപ്പൊ ശഫാഅത്തിന് വിവിധ തലങ്ങളുണ്ട്. ഈ ശഫാഅത്ത് പ്രതീക്ഷിക്കുന്നത്, ഇതിനെപ്പറ്റി ഇവരെന്താ പറയുന്നത്? ഇതന്നെയാണ് മുശ്രിക്കുകളും ചെയ്തത്. നഊദു ബില്ലാഹ്. ഞാൻ ഇവരുടെ പ്രസംഗം കേട്ടു. ഇവിടെ പ്രസംഗിച്ച ആള് മുസ്ലിമീങ്ങൾ റസൂലുള്ളാഹിയിൽ നിന്ന് തേടുന്ന അതേ ശഫാഅത്താണത്രേ മുശ്രിക്കീങ്ങൾ ദൈവങ്ങളിൽ നിന്ന് തേടിയത്. ആണോ എന്റെ സഹോദരന്മാരെ? നോക്കൂ നിങ്ങൾ, തഫ്സീർ ഇബ്നു കസീർ എന്താ പറഞ്ഞത്? തഫ്സീർ ഇബ്നു കസീറിൽ എന്താ ശഫാഅത്തിനെ വിശദീകരിച്ചത്? വലൈസു ഇൻദഹു കൽ ഉമറാഇ ഇൻദ മുലൂകിഹിം യസ്ഫഊന ഇൻദഹും ബിഗൈരി ഇദ്നിഹിം ബിമാ അഹബ്ബഹുൽ മുലൂകു വഅബൗന. രാജാവിനോട് മന്ത്രിമാർ രാജാവിന് ഇഷ്ടപ്പെട്ട കാര്യത്തിലും വെറുപ്പുള്ള കാര്യത്തിലും നിർബന്ധിച്ചുകൊണ്ട് ഇന്ന കാര്യം ചെയ്യണമെന്നാവശ്യപ്പെടുന്ന തരത്തിലുള്ള ആ ശഫാഅത്ത്, അതാണ് മുശ്രിക്കീങ്ങൾ നടത്തിയ അപേക്ഷിച്ച ശഫാഅത്ത്. നോക്കൂ നിങ്ങള്, മുശ്രിക്കീങ്ങൾ പറഞ്ഞ ശഫാഅത്ത് മങ്കൂസ് മൗലിദിൽ പറഞ്ഞ ശഫാഅത്തല്ല.
മുശ്രിക്കീങ്ങൾ പറഞ്ഞ ശഫാഅത്ത് അബൂ ത്വാലിബിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ നടത്തിയ ശഫാഅത്ത് അല്ല. എന്തുകൊണ്ടല്ല? മുശ്രിക്കുകളുടെ ശഫാഅത്ത് ഏതാണ്? അവര് അവരുടെ ദൈവങ്ങളോട് തേടിയ ശഫാഅത്ത് ഏതാണ്? ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു ആണ് വിശദീകരിക്കുന്നത്. ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു വിശദീകരണം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. ഇനി ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു വിശദീകരിക്കുകയാണ്. എന്താ? അലാ മിൻ ഗൈരി ഹാജത്തിൻ ഫീഹി ഇലാ ഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ സമ്മതമല്ലാതെ തന്നെ ശഫാഅത്ത് ചെയ്യാം. അല്ലാഹുവിന്റെ സമ്മതമൊന്നും വേണ്ട. നോക്കൂ നിങ്ങള്, ഇപ്പത്തെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടോ പിണറായി വിജയനോടോ സഖ്യകക്ഷിയുടെ ഒരു നേതാവ് ഒരു കാര്യം ആവശ്യപ്പെടുന്നത് പ്രത്യക്ഷത്തിൽ ശഫാഅത്തായിട്ട് തോന്നും. പക്ഷെ അവിടെ നിർബന്ധിതാവസ്ഥ വരുന്നുണ്ട്. അത് അനുവദിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ, അത് നിറവേറ്റി കൊടുത്തിട്ടില്ല എങ്കിൽ അടുത്ത മന്ത്രിസഭ വീഴും. ആ പേടിയുണ്ട്. അപ്പൊ പേടിച്ചിട്ട് ചെയ്തു കൊടുക്കുക, നിർബന്ധിതമായി ചെയ്തു കൊടുക്കുക. ആ നിലയിൽ ശഫാഅത്ത്, അതാണ് മുശ്രിക്കീങ്ങൾ പറഞ്ഞ ശഫാഅത്ത്. ഇത് ഞാൻ വെറുതെ പറയല്ല. റാസി ഇമാം പിന്നെ പറയാണ്, അലാ അന്നൽ ഖൗമ യഅ്തഖദു അന്നഹു യജിബു അലല്ലാഹി ഇജാബത്തുൽ അസ്നാം ഫീ തിൽക ശഫാഅ വഹാദാ നൗഉ ത്വാഅ. ബിംബങ്ങളാകുന്ന ദൈവങ്ങൾ റബ്ബിനോട് നടത്തുന്ന ശഫാഅത്തിന് നിർബന്ധിതമായി വഴങ്ങി കൊടുക്കേണ്ടി വരുമെന്നായിരുന്നു മുശ്രിക്കുകളുടെ വിശ്വാസം. അത് ദൈവങ്ങൾക്ക് അല്ലാഹു തആല കീഴടങ്ങി കൊടുക്കുന്ന ഒരു തരം അനുസരണയാകുന്നു. ആ നിലക്കുള്ള ശഫാഅത്താണ് അവർ പറഞ്ഞത്. വ്യത്യാസം മനസ്സിലായോ? ഈ അങ്കടി മുകളിൽ വന്നുകൊണ്ട് 3 മൗലവിമാരും പ്രസംഗിച്ചതെന്താ? ഇവിടെ മങ്കൂസ് മൗലിദിൽ റസൂലുള്ളാഹിയോട് ശഫാഅത്ത് നൽകണേ എന്ന് മുസ്ലിമീങ്ങൾ പറയുന്ന അതേ ശഫാഅത്താണ് അബൂജഹൽ പറഞ്ഞിട്ടുള്ളത്. അതേ ശഫാഅത്താണ് അബൂലഹബ് പറഞ്ഞിട്ടുള്ളത്. അതേ ശഫാഅത്തിനെ പറ്റിയാണ് മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ എന്ന് സൂറത്തു സുമറിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അതേ ശഫാഅത്തിനെ പറ്റിയാണത്രേ ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഈ ദൈവങ്ങൾ അല്ലാഹുവിന്റെ അരികിൽ ഞങ്ങളുടെ ശുപാർശകരാണ് എന്ന് മുശ്രിക്കുകളായ അബൂജഹലും കൂട്ടരും പറഞ്ഞിട്ടുള്ളത് എന്ന് അങ്കടി മുകളിൽ 2.5 മണിക്കൂർ പ്രസംഗിച്ച മൗലവിമാര് പറഞ്ഞത് എന്തുമാത്രം നുണയാണത്, എന്തുമാത്രം വ്യാജമാണത്, എന്തുമാത്രം മഹാപെരും കള്ളമാണത്. മഹാനായ ഇമാം ഫഖ്റുദ്ദീനുർ റാസി റളിയല്ലാഹു തആല അൻഹുവും മഹാനായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹിയും ഈ മുജാഹിദ് മൗലവിമാരുടെ ഈ പ്രഭാഷണങ്ങളെ കേവലം 2-3 വരികളെ കൊണ്ട് തച്ചു തകർത്തു തരിപ്പണാക്കി. എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദിന്റെ സഹോദരങ്ങളോട്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ അവരുണ്ടാവുമല്ലോ, ഞാൻ വിനയത്തോടുകൂടി പറയുന്നു, നിങ്ങൾ ഇന്നു രാത്രി തന്നെ ചോദിക്കണം, ഇങ്ങനെ റാസിമാൻ പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ ഇബ്നു കസീർ പറഞ്ഞിട്ടില്ലേ, ആ മുസ്ലിയാർ അങ്ങനെ പ്രസംഗിക്കുന്നത് കേട്ടല്ലോ, നിങ്ങൾ പുരോഹിതനെ എന്തോ വിളിച്ചോളൂ, കുഴപ്പമില്ല, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, എനിക്കോ വഹാബ് സഖാഫിക്കോ നിങ്ങൾ എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല, അതൊന്നും ഒരു പ്രശ്നമുള്ള വ്യക്തിപരമായി ഇവിടെ ആർക്കും ഒരു പ്രശ്നമല്ല, അത് നിങ്ങളായി നിങ്ങളുടെ പാടായി. പക്ഷെ നിങ്ങൾ ചോദിച്ചു നോക്കൂ, പ്രാമാണികമായി എന്താണ് ആ പറഞ്ഞത് എന്നൊന്ന് ചോദിച്ചു നോക്കൂ. ചോദിക്കണം, നിങ്ങള് ചോദിച്ചുകൊണ്ട് വീർപ്പ് മുട്ടിക്കണം. മൗലവിമാരുടെ പ്രസംഗം അങ്ങനെ 2 കാതും കൊടുത്ത് കേട്ട് വീട്ടിൽ പോയി കടന്നുറങ്ങിയാ പോരാ, ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കണം. പിന്നെ ഇവിടെ പ്രസംഗിച്ചത് എന്താണ്? ഇവിടെ പ്രസംഗിച്ചത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് 5 ദൈവങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വഖാലൂ ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുവാഅം വലാ യഗൂസ വയഊഖ വനസ്റാ. നൂഹ് സൂറത്തിന്റെ 23-ാമത്തെ ആയത്ത്. വദ്, സുവാഅ, യഗൂസ്, യഊഖ്, നസ്ർ, ഈ 5 ദൈവങ്ങളെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത ദൈവങ്ങളാക്കി പൂജിച്ചു. അതുകൊണ്ട് അവർ മുശ്രിക്കായത്. മാനവരാശിയിലെ പ്രഥമ ശിർക്ക്. അപ്പൊ അന്നത്തെ സമസ്തക്കാരായിരുന്നു എന്നാണ് ഇവിടെ പ്രസംഗിച്ച മൗലവി ഒരു നാണവും ഇല്ലാതെ പറയുന്നത്.
ഞാൻ അദ്ദേഹത്തോട് വിനയത്തോട്, നമ്മൾ ആക്രോശിച്ചുകൊണ്ടൊന്നും സംസാരിക്കുന്നില്ല, അധിക്ഷേപിച്ചുകൊണ്ടൊന്നും സംസാരിക്കുന്നില്ല, വളരെ വിനയത്തോടു കൂടി, വളരെ സൗഹാർദ്ദത്തോടു കൂടി പറയട്ടെ, എന്തൊരു തട്ടിപ്പാ നിങ്ങൾ നടത്തിയത്, വെറും തട്ടിപ്പല്ലേ. എന്താണ് ഇവിടുത്തെ സംഭവം എന്നറിയോ? ഇതിനെ ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹുൽ ബുഖാരിയിൽ 4920 ഹദീസായിട്ട് ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണത്തിൽ ഒരു കഷ്ണം മാത്രം എടുത്തിട്ട് സദസ്യരുടെ മുമ്പിൽ വെക്കുക. തട്ടിപ്പല്ലേ അത്? ഞാനത് മുഴുവനായിട്ട് പറയാം. മുഴുവനായിട്ട് പറയുമ്പോൾ നിങ്ങൾ സംശയം തീരും. മുഴുവനായിട്ട് പറയുമ്പോൾ നിങ്ങൾ അധിക്ഷേപം മാറും. മുഴുവനായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഇനി അങ്ങനെ പ്രസംഗിക്കാൻ പാടില്ല എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ അള്ളാഹു ഉണ്ടാക്കി തരട്ടെ. ഇതാണ് നമ്മൾ ദുആ. നോക്കൂ നിങ്ങൾ, ഇമാം ബുഖാരി തങ്ങൾ പറയാണ്, അസ്മാഉ റിജാലിൻ സ്വാലിഹീൻ, ഈ 5 പേരുകൾ എന്ന് പറയുന്നത് നൂഹ് നബിയുടെ ജനതയിലുള്ള സ്വാലിഹീങ്ങളായ പുരുഷന്മാരുടെ നാമങ്ങളാണ്. ശരിയാണ്. ഇപ്പൊ കോഴിക്കോട് ടൗണിൽ വന്ന ആളുകൾ ഉണ്ടാകുമല്ലോ, ഈ സദസ്സിൽ കോഴിക്കോട് ടൗണിൽ വന്ന ആളുകൾ ഉണ്ടാകുമല്ലോ. അവിടെ CH മുഹമ്മദ് കോയ സാഹിബിന്റെ പേരിൽ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിന് CH മുഹമ്മദ് കോയ എന്നാ പേരിട്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ആ പാലം CH സാഹിബാണെന്നാണോ? CH സാഹിബിന്റെ പേര് ആ പാലത്തിലിട്ടു എന്നല്ലേ? അപ്പോ സ്വാലിഹീങ്ങളായ 5 ആളുകളുടെ പേരാണ്. എന്നിട്ടോ അവിടെ നിർത്തും. ഇവിടെ പ്രസംഗിച്ച മൗലവി അത് മാത്രം ഉദ്ധരിച്ചു. എന്നാ ചോദിക്കണ്ടേ, അതിന്റെ ബാക്കിയൊന്ന് വായിക്കൂന്ന്? ബാക്കി വായിക്കൊന്ന് ചോദിക്കണ്ടേ? ആ മൗലവി പറയുന്നുണ്ട്, ഖുർആൻ വെച്ചുകൊണ്ട് ഒരേ സ്റ്റേജിൽ വെച്ചുകൊണ്ട് സംസാരിക്കാൻ തയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളതാണ്. ഞാനാവട്ടെ, ഇനി എന്റെ ശേഷം പ്രസംഗിക്കുന്ന സഖാഫി ആവട്ടെ, ഞങ്ങൾ 2 ആൾ അല്ലെങ്കിൽ ഞങ്ങൾ ഒരാൾ ഈ സ്റ്റേജിൽ നിൽക്കാം. ഇവിടെ പ്രസംഗിച്ച മൗലവി ഇവിടെ വരാനുണ്ടോ? ഖുർആൻ വെച്ച് മാത്രമായിക്കോട്ടെ, അല്ലെങ്കിൽ ഹദീസ് വെച്ച് മാത്രമായിക്കോട്ടെ, നിങ്ങൾ പറയുന്ന പ്രമാണം വെച്ചിട്ടൊന്ന് സംസാരിക്കാൻ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ രേഖാമൂലം എഴുതി തന്നോളൂ. ഇൻഷാ അല്ലാഹ് ഈ നവംബർ കഴിഞ്ഞ് ഡിസംബർ മാസം 13-ാം തീയതി കോഴിക്കോട് ജില്ലയിൽ വെച്ചുകൊണ്ട് ഇതേ കക്ഷികളുമായിട്ട് ഒരു വാദപ്രതിവാദം നടക്കാൻ പോകുന്നുണ്ട്. പരസ്യമായ വാദപ്രതിവാദം, രഹസ്യം ഓഡിറ്റോറിയം ഒന്നല്ല. വ്യവസ്ഥ എഴുതി കഴിഞ്ഞു, കൈമാറി, അതിന്റെ സംഘാടന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഡിസംബർ മാസം 13-ാം തീയതി ഇതേ വിഭാഗവുമായിട്ടുള്ള ഒരു വാദപ്രതിവാദം നടക്കാൻ പോവുകയാണ്. നമുക്ക് എന്തിനാ പേടിക്കണം? നമ്മൾ പറഞ്ഞത് കൃത്യമായ പ്രാമാണികമാണ്. നോക്കൂ, ബുഖാരി ഇമാം എന്താ പറയുന്നത്? അങ്ങനെ ആ തലമുറ മരിച്ചു. അവര് മരിച്ചപ്പോൾ ഈ 5 ആളുകൾ മരിച്ചപ്പോൾ ഈ 5 മഹാത്മാക്കളുടെ മജ്ലിസുകളിൽ ചെന്ന് അവരുടെ പ്രതിമകൾ സ്ഥാപിക്കുവാൻ വേണ്ടി പിശാച് അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആ പ്രതിമകൾക്ക് പേരിട്ടു, 5 പേരിട്ടു. എന്നിട്ട് അതിന്റെ ചുറ്റിലും അവരിരുന്നിട്ട് ആ സ്മരണയിൽ അവരങ്ങനെ കഴിഞ്ഞുകൂടി. അത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, ജനറേഷൻ വന്നു, ജനറേഷൻ ഗ്യാപ്പ് വന്നു. ഫലം തുഅബദ്, പക്ഷെ അവിടെ ഇബാദത്ത് നടന്നിട്ടില്ല. ഹത്താ ഇദാ ഹലക ഉലൈക, അങ്ങനെ തലമുറകൾ അവരെല്ലാവരും മൃതിയടഞ്ഞപ്പോൾ വതനസ്സഖൽ ഇൽം, ഈ 5 ആളുകളുടെ അവരുടെ സ്മരണാർത്ഥമുള്ള പ്രതിമകളാണ് ഈ പ്രതിമകൾ എന്നതൊക്കെ ആളുകൾ മറന്നു. ആ അറിവ് തന്നെ മാഞ്ഞുപോയി. അപ്പോഴാണ് ഇബാദത്ത് ചെയ്യപ്പെട്ടത്. കണ്ടോ? അപ്പൊ ഇവിടെ ഇബാദത്ത് ചെയ്തത് ഈ 5 ആളുകളെ അല്ല. ഇവിടെ പ്രസംഗിച്ച ആളെന്താ പറഞ്ഞത്? നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് സമസ്തക്കാരുണ്ടായിരുന്നു. ആ സമസ്തക്കാര് 5 ഔലിയാക്കളെ പിന്നാലെ പോയതുകൊണ്ടാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ശിർക്കുണ്ടായത് എന്നല്ലേ? അങ്ങനെയാണോ സംഭവം? 5 സ്വാലിഹീങ്ങൾ മരിച്ചു, അവരുടെ സ്മരണാർത്ഥം പ്രതിമകൾ ഉണ്ടാക്കി, അതിന്റെ ചുറ്റിലും അവരിരുന്നു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ഇതെന്തിനാണ് ഈ പ്രതിമകൾ ഉണ്ടാക്കിയത് എന്ന ചരിത്രമൊക്കെ മറന്നുപോയി. ആ അറിവെല്ലാം മാഞ്ഞുപോയി. അപ്പോഴാണ് ആ പ്രതിമകളെ ഇബാദത്ത് ചെയ്യപ്പെട്ടത്. അപ്പോഴും പ്രതിമകൾക്കാ ഇബാദത്ത്. എന്നിട്ട് സ്വാലിഹീകളെ പിന്നാലെ പോയതാണോ? ഔലിയാക്കളോട് തേടിയതാണോ അവിടുത്തെ പ്രശ്നം?
ആണ് എന്ന് രേഖപ്പെടുത്തിയ ഏതെങ്കിലും ഒരു ആയത്ത് നിങ്ങൾക്കുണ്ടോ? ഏതെങ്കിലും ഒരു ഹദീസ് നിങ്ങൾക്കുണ്ടോ? എന്നിട്ട് നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഔലിയാക്കളെ പറ്റിയൊക്കെ നുണകൾ പറയുകയാണെങ്കിൽ അത് നമുക്ക് നമ്മളടിയിലുള്ള ഔലിയാക്കളല്ലേ, മുഹ്യിദ്ദീൻ ശൈഖിന്റെ പേരിലല്ലേ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് സമാധാനിക്കാം. ഇതിവിടെ പ്രസംഗിച്ച ആ പ്രഭാഷകൻ മക്കയിലുള്ള മുശ്രിക്കുകളുടെ ബിംബമായിരുന്ന ലാത്ത, ആ ലാത്തയെ പറ്റി ഒരു മഹാകളവ് ഈ അങ്കടി മുഗർ എന്ന് പറഞ്ഞ ഈ ഗ്രാമത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അവര് മാത്രം പറഞ്ഞല്ല, ഇത് അവരുടെ ആചാര്യൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കശ്ഫ് ശുബ്ഹാത്തിന്റെ 25-ാമത്തെ പേജിലുള്ള കളവാണ്. ആ കളവ് ഇന്നും ഇവിടെ ആവർത്തിക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് വേദിയിൽ ഞാനും സഖാഫി ഉസ്താദൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ നിങ്ങൾ ഈ കളവ് പറയുന്നത്? എന്നാലും അത് തിരുത്തൂല. എന്താണ് ആ കളവ്? ലാത്ത ഒരു ഔലിയായിരുന്നു, ലാത്ത ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു. ആ മനുഷ്യനെയാണ് പിന്നെ ഇവര് തേടാൻ പോയത്. അതുകൊണ്ടാണ് ശിർക്കായത്. അഫറഅയ്തുമുല്ലാത്ത വൽ ഉസ്സ വമനാത സാലിസത്തൽ ഉഖറ, ഈ ആയത്തൊക്കെ അതിന്റെ പേരിലാണ് ഇത്ര ഇറങ്ങിയത്. ആരാ ലാത്ത? ലാത്ത മഹാനാണോ? ആരാ ലാത്ത? ലാത്ത സ്വാലിഹാണോ? ആരാണ് ലാത്ത? ലാത്ത വലിയാണോ? മൗലവിമാർ കേൾക്കണം, മുജാഹിദിന്റെ സഹോദരങ്ങൾ, ഈ ചോദ്യം അവരോട് ഇന്നോ നാളെയോ ചോദിക്കണം. ലാത്ത മഹാനാണെന്ന് മൗലവി പ്രസംഗിച്ചല്ലോ, ഇത് നമ്മുടെ കാഴ്ചപ്പാടിൽ ശരിയാണോ? ഇസ്ലാമിക വീക്ഷണത്തിൽ അത് ശരിയാണോ? എന്തുകൊണ്ട്? ഇന്നമാ കാന റജുലൻ ബിത്തായിഫി ഫകാന യഖൂമു ബിആലിഹതിഹിം, ബഹുദൈവങ്ങളുള്ള ബിംബങ്ങളുള്ള ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു ലാത്ത. പൂജാരി എങ്ങനെ നമ്മളെ ഭാഷയിൽ സ്വാലിഹാകുമോ? പൂജാരി എങ്ങനെ നമ്മളെ അടുക്കൽ വലിയാകുമോ? അപ്പൊ ഔലിയാക്കളോടുള്ള മുസ്ലിം സമുദായത്തിന്റെ ആത്മബന്ധത്തെ തച്ചു തകർക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ പൊള്ളക്കഥയാണ് ലാത്ത സ്വാലിഹായിരുന്നു എന്നുള്ളത്. ഏതെങ്കിലും ഒരു ഹദീസിലോ ഖുർആന്റെ തഫ്സീറിലോ ലാത്ത സ്വാലിഹായിരുന്നു എന്ന് കാണിച്ചു തരാൻ കഴിയും? ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞതല്ലാതെ. നോക്കൂ നിങ്ങള്, ഞാൻ ഏതാനും സമയങ്ങൾക്കകം അവസാനിപ്പിക്കുന്ന എന്റെ പ്രസംഗത്തിന്റെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് പോവുകയാണ്. ഇവിടെ പ്രസംഗിച്ച വിദ്വാൻമാർ, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ചുരുക്കി പോവുകയാണ്. ഇവിടെ പ്രസംഗിച്ച ആളുകൾ പറഞ്ഞ ഒരു വലിയൊരു തട്ടിപ്പ് ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. ആയത്തുകൾ ഓതുക, അല്ലെങ്കിൽ ഹദീസുകൾ ഓതുക, എന്നിട്ട് അത് സമസ്തക്കാരാണെന്ന് പറയാം. സമസ്ത എന്ന് പറഞ്ഞാൽ 1926 ഉണ്ടായ ഒരു സംഘടനയാണ്. ആ 1900 സമസ്ത വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളിത് പറയാൻ തുടങ്ങിയിട്ടുണ്ടേ. സമസ്ത വരുന്നതിന് മുമ്പ് സമസ്ത അല്ലല്ലോ, സമസ്ത വരുന്നതിന് മുമ്പ് സമസ്തക്കാരില്ലല്ലോ. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1925-26 രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ പണി തുടങ്ങിയാലോ? അന്നാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പാരമ്പര്യ ഇസ്ലാമിക സമൂഹത്തെയാണ്. ആ പാരമ്പര്യ ഇസ്ലാമിക സമൂഹം ഇതാ ശിർക്ക് ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി റസൂലുള്ളാഹിയുടെ മറ്റൊരു ഹദീസ് ഇവിടെ കൊണ്ടുവരികയാണ്. എന്താണ് ഹദീസ്? ലാ തഖൂമു സ്സാഅതു ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ വഹത്താ തഅബുദ ഖബായിലു മിൻ ഉമ്മത്തി അൽ ഔസാൻ. ഖിയാമത്ത് നാളിന്റെ തൊട്ടു മുമ്പ് നടക്കുന്ന സംഭവം, ഖിയാമത്ത് നാളിന്റെ തൊട്ട് മുമ്പ് നടക്കുന്ന സംഭവമാണ്. ഇതിപ്പോ 2025 ബാധകമല്ല, 2020 ബാധകമല്ല, 2010-നോ 2000-നോ നിങ്ങളുടെ സംഘടന രൂപീകരിച്ച 1924-നോ അത് ബാധകം അല്ല. എന്നിട്ട് ആ ഹദീസ് കൊണ്ടിട്ട് ഇവിടെ വന്ന് പറയാ. എന്താണ് ആ ഹദീസ് പറഞ്ഞത്? ഖിയാമത്ത് നാള് ഇവിടെ നടമാടുന്നതിന്റെ മുമ്പായിട്ട് എന്റെ ഉമ്മത്തിൽ ചില കുടുംബക്കാർ മുശ്രിക്കുകളോട് ചേരും, എന്റെ ഉമ്മത്തിലെ ചില ഖബീലക്കാർ ബിംബങ്ങളെ ഇബാദത്ത് ചെയ്യും. ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളല്ലേ? ഖിയാമത്ത് നാളിന്റെ അടയാളമാണോ ഇപ്പൊ പറയേണ്ടത്? ഖിയാമത്ത് നാളിന്റെ അടയാളം വെച്ചിട്ടാണോ പാരമ്പര്യ ഇസ്ലാമിക സമൂഹത്തെ ശിർക്ക് ആരോപിക്കേണ്ടത്? ചോദിക്കണം. ഈ ചോദ്യം ഇന്നു തന്നെ മൗലവിമാരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന തൊട്ടടുത്തുള്ള ശ്രോതാക്കളായ മുജാഹിദിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. എന്തായിരിക്കും അവർ പറയുന്ന മറുപടി? ഒന്നൊന്ന് കേൾക്കാമല്ലോ, ഒരു കൗതുകം വേണ്ടേ?
എന്നിട്ട് അവര് പറയണെന്താണ്? പാരമ്പര്യ മുസ്ലിമീങ്ങൾ. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കം മുതലേ പറഞ്ഞു വരുന്നത് പാരമ്പര്യ മുസ്ലിമീങ്ങൾ എന്നാണ്. ഇത് നമ്മൾ പറയുമ്പോ ഇവര് പറയും പാരമ്പര്യം എന്നുള്ള പ്രയോഗം അത് അബൂജഹലിന്റെ പ്രയോഗമാണ്. അബൂജഹലിന്റെ പ്രയോഗമാണ്. അതിനുവേണ്ടി ഇവിടെ ഒരു സൂറത്തു ബഖറയുടെയും മറ്റുമായ അല്ലെങ്കിൽ സൂറത്തുൽ മാഇദയുടെ 104-ാമത്തെ ആയത്തിനെയാണ് ഇവിടെ പ്രസംഗിച്ച മൗലവി പച്ചയായി ദുർവ്യാഖ്യാനിച്ചത്. പച്ചയായി അല്ലെങ്കിൽ ചുവപ്പായി എന്ത് പറഞ്ഞാലും വേണ്ടി ദുർവ്യാഖ്യാനിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്താണ് പറഞ്ഞത്? വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇലാർ റസൂൽ ഖാലൂ ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ. അല്ലാഹുവിലേക്കും റസൂലിലേക്കും വരുവിൻ, ഖുർആനിലേക്കും സുന്നത്തിലേക്കും വരുവിൻ എന്ന് മുശ്രിക്കുകളോട് പറയപ്പെട്ടാൽ അവർ പറയും ഞങ്ങളെ കാക്കക്കാരണവന്മാരുടെ ആ വഴി മാത്രമാണ് പിൻപറ്റുക. അപ്പൊ പാരമ്പര്യ വഴി അത് മുശ്രിക്കുകളുടെ വഴിയാണെന്നല്ലേ ഖുർആൻ പറഞ്ഞത് എന്നാണ് ഈ അങ്കടി മുഖറിൽ വെച്ചുകൊണ്ട് ചോദിച്ച ചോദ്യം. പക്ഷേ മൗലവി അവിടെ കട്ടു. മൗലവി ഇവിടെ പ്രസംഗിച്ച മൗലവി അവിടെ അതിന്റെ ശേഷമുള്ളത് അങ്ങോട്ട് ഞങ്ങൾ മലപ്പുറം ഭാഷയിൽ പറയുകയാണെങ്കിൽ വിഴുങ്ങി, ഒന്നും കൂടി നാടൻ ശൈലിയിൽ പറയുകയാണെങ്കിൽ മുളുങ്ങി എന്ന് പറയും. അത് ഞങ്ങളെ നാടൻ ശൈലിയാണ്. അങ്കടി മുഖറുകാർ കർണാടക ബോർഡറിലുള്ള ആൾക്കാരാവുമ്പോൾ അവരുടെ ഭാഷാ ശൈലിയിൽ വ്യത്യാസം ഉണ്ടാവും. അത് അവിടെ ഇരിക്കട്ടെ. ഖുർആൻ പറയണെന്താ? ഖുർആൻ ഒരു ചോദ്യമാണ് അവിടെ ചോദിച്ചത്. അവലൗകാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. ഏതാണ് ഈ കാക്കക്കാരണവന്മാർ? ഏതാണ് ഈ പൂർവ്വപിതാക്കന്മാർ? ഇൽമില്ലാത്തവരല്ലേ അവർ? ഹിദായത്തില്ലാത്തവരല്ലേ അവർ? ബുദ്ധിയില്ലാത്തവരല്ലേ അവർ? അപ്പൊ അവർക്ക് ആ പാരമ്പര്യവാദികളായ മുശ്രിക്കുകളുടെ കാക്കക്കാരണവന്മാർക്ക് എന്തില്ല? ഹിദായത്തില്ല. പിന്നെന്തില്ല? ഇൽമില്ല. പിന്നെന്തില്ല? ബുദ്ധിയും ഇല്ല. അതുകൊണ്ട് അത് ശരിയല്ല. ഇതാ ഖുർആൻ പറഞ്ഞത്. പക്ഷേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തുകാരായ പാരമ്പര്യ മുസ്ലിമീങ്ങൾ പറയുന്ന പാരമ്പര്യം അതാണോ? ആ പാരമ്പര്യം എന്ന് പറയുന്നത് സിറാത്തുൽ മുസ്തഖീമാണ്. ആ പാരമ്പര്യം എന്ന് പറയുന്നത് സബീലുൽ മുഅ്മിനീനാണ്. ആ പാരമ്പര്യം എന്ന് പറയുന്നത് സ്വഹാബത്തിന്റെ വഴിയാണ്, അഇമ്മത്തിന്റെ വഴിയാണ്, ഔലിയാഇന്റെ വഴിയാണ്, സാലിഹീങ്ങളുടെ വഴിയാണ്. ആ വഴിയിൽ ഇൽമുണ്ട്, ആ വഴിയിൽ ഹിദായത്തുണ്ട്, ആ വഴിയിൽ ബുദ്ധിയുണ്ട്. അതുകൊണ്ട് ഏത് പാരമ്പര്യം? ഖുറൈശികൾ പറഞ്ഞ പാരമ്പര്യവും നമ്മുടെ പാരമ്പര്യവും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമാണ്. എന്തിനാ നിങ്ങളത് കൂട്ടിക്കുഴക്കുന്നത്? എന്തിനാണ് നിങ്ങളത് ഒന്നാക്കുന്നത്? എന്നിട്ട് എന്തിനാണ് പാരമ്പര്യ ഇസ്ലാമിക സമൂഹത്തെ നിങ്ങൾ അധിക്ഷേപിക്കുന്നത്? എന്തിനാണ് എന്ന് വളരെ സംയമനത്തോടുകൂടി മൗലവിമാരോട് ചോദിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മുജാഹിദ് സുഹൃത്തുക്കളെ ഏൽപ്പിക്കാം. പിന്നെന്താ പറഞ്ഞത്? പിന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഏതെങ്കിലും ഒരു സ്വഹാബി നബിയോട് സഹായം ചോദിച്ചിട്ടുണ്ടോ എന്നൊക്കെ, അതൊക്കെ നമ്മളെ കോഴിക്കോട് സംവാദവും മറ്റു സംവാദങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വാച്ച് ചെയ്താൽ മണിയായിട്ട് നമ്മളെ കുട്ടികളത് വിശദീകരിച്ചിട്ട് അമ്പേ പരാജയപ്പെട്ടിരിക്കുക. ഈ മംഗലാപുരം ഭാഗത്തൊരു സൽമാൻ ഉണ്ടായിരുന്നു, സലഫി. ആ സൽമാൻ കോഴിക്കോട് സംവാദം കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ പൊന്തിയിട്ടില്ല. പിന്നെ അയാളെ കണ്ടിട്ടില്ല. അയാളൊപ്പം ഒരു സുഹൈലുണ്ടായിരുന്നു. ഞാൻ ആ സുഹൈലുമായിട്ടൊക്കെ വാട്സപ്പിൽ ഒരുപാട് സംവാദം നടത്തിയതാണ് കൊറോണ കാലത്ത്. അവരെ കണ്ടിട്ടില്ല. അപ്പൊ ആ അജാതി അതിലൊന്നും ഞാൻ പോകുന്നില്ല. പിന്നെ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇവർക്ക് ഇപ്പോ പ്രമാണം കൊണ്ട് വിഷയം വിശദീകരിക്കാൻ വയ്യ. സുന്നികളെ കാഫിറാക്കണം എങ്ങനെയെങ്കിലും, പാരമ്പര്യ മുസ്ലിമീങ്ങളെ കാഫിറാക്കണം. സമസ്തക്കാര് കാഫിറാണെന്ന് ഖുർആൻ പറയുന്നു. എന്നിട്ട് ഏതെങ്കിലും ഒരു ആയത്തുള്ളൂ, ആയത്തും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഇങ്ങനെ പറയാൻ വേണ്ടി ഇവർക്ക് പ്രമാണങ്ങളില്ല. അപ്പൊ ഇവരെന്താ ചെയ്യാച്ചാല് പരമേശ്വരൻ പിള്ള പ്രമാണാണോ എന്നുള്ളതാണ് മൗലവിന്റെ അടുത്ത ഒരു വഴി. പരമേശ്വരൻ പിള്ള ഉണ്ട് അത്ര, കെ പരമേശ്വരൻ, പി പരമേശ്വരൻ പിള്ള അല്ല കേട്ടോ. പിന്നെ ഏത് പരമേശ്വരൻ പിള്ളയാണ്? നമുക്കിപ്പോ ഏത് പരമേശ്വരൻ പിള്ള ആയാലും എന്താ?
പരമേശ്വരൻ പിള്ള പറഞ്ഞിട്ടുണ്ട് അത്രേ, ദേവീ ദേവന്മാർക്ക് സ്വയം കഴിവില്ല. പിന്നെയോ അത് അത് പരമേശ്വരൻ കൊടുക്കുന്ന കഴിവാണ്. ദേവീദേവന്മാർക്ക് സ്വയം കഴിവില്ല. പിന്നെയോ അത് ഏകനായ സർവേശ്വരൻ കൊടുക്കുന്ന കഴിവാണ്. ഇതന്നല്ലേ സുന്നിയാളും പറയുന്നത്, ഏകനായ അള്ളാഹു കൊടുക്കുന്ന കഴിവാണ്. ഔലിയാക്കൾക്ക് സ്വന്തം കഴിവില്ല, അമ്പിയാക്കൾക്ക് സ്വന്തം കഴിവ്. ഇതന്നെയല്ലേ പരമേശ്വരൻ പിള്ള പറഞ്ഞു തന്നെയല്ലേ ഇവിടെ സുന്നിയാളും പറയുന്നത്. എങ്ങനെയുണ്ട് സമീകരണം? നമുക്ക് പരമേശ്വരൻ പിള്ള ഒന്ന് മാറ്റിവെക്കുക. പരമേശ്വരൻ പിള്ളക്ക് അവിടെ നിൽക്കട്ടെ. ഇതായതാ പുസ്തകം എന്നറിയോ? ഈ പുസ്തകം സാക്ഷാൽ എന്താണ് ആ പുസ്തകം? ഈ പുസ്തകം ഇത് KM മൗലവിയുടെ പുസ്തകമാണ്. ഇനിയിപ്പോ KM മൗലവി ആരാണെന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. KM മൗലവിയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രഥമ ആചാര്യൻ എന്ന് ഇവിടെ പ്രസംഗിച്ച വിസ്ലം മൗലവിമാർ എഴുതി വെച്ച പുസ്തകം ഈ മേശപ്പുറത്ത് ഇവിടെ ഇരിക്കുന്നു. സമയക്കുറവ് കൊണ്ടാണ് ഞാനത് വായിക്കാത്തത്. മക്കയിലുള്ള മുശ്രിക്കുകൾ പരമേശ്വരൻ പിള്ള പറഞ്ഞ മാതിരിയാണോ വിശ്വസിച്ചത്? മക്കയിലുള്ള മുശ്രിക്കുകൾ അബൂജഹലുമാർ, അബൂലഹബുമാർ, ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്തുമാർ ഈ പറഞ്ഞ ഇയാളിവിടെ അങ്കടി മുഖറിൽ വെച്ചുകൊണ്ട് തൊള്ളയിട്ട് ഉദ്ധരിച്ച പരമേശ്വരൻ പിള്ളയുടെ പുസ്തകത്തിൽ പറഞ്ഞത് പോലെയാണോ? അല്ലേ? എന്തിനാ നമുക്ക് KM മൗലവിയുടെ പുസ്തകം വായിച്ചാൽ പോലെ? KM മൗലവിയുടെ ഫത്വകളാണ്. ഈ പുസ്തകത്തിന്റെ 94-ാമത്തെ പേജിന്റെ ഒരൊറ്റ പാരഗ്രാഫ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ശരിക്കൊന്ന് കേൾക്കുക. എന്നിട്ട് ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദിന്റെ സഹോദരന്മാർ ഇന്നു തന്നെ വാട്സപ്പിൽ ചോദിക്കണം, ഇങ്ങനെ നമ്മളെ മൗലവി എഴുതിയിട്ടുണ്ടോ? എന്താണ് മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം? നോക്കൂ നിങ്ങള്, നോക്കൂ എന്ന് പറഞ്ഞാൽ നോക്കുമല്ലോ, ഇത് ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കൂ എന്നുള്ളതാണ്. എന്താണ്? ഉണ്ടാവണം, നശിക്കണം എന്നിങ്ങനെയുള്ള ഇറാദത്ത്, ഇച്ഛ കൊണ്ട് തന്നെ കാര്യങ്ങളെ ഉണ്ടാക്കുവാനും ഇല്ലാതാക്കുവാനുമുള്ള കാര്യകർത്തൃത്വ ശക്തി. അതായത് ഒരു കാര്യത്തോട് ഉണ്ടാവുക എന്ന് ആജ്ഞയിട്ടാൽ ഉടനെ അതുണ്ടാകും എന്ന നിലക്കുള്ള അദൃശ്യവും ദിവ്യവുമായ കർത്തൃത്വാധികാര ശക്തി പഞ്ചേന്ദ്രിയങ്ങളുടെ വഴിയായോ ബുദ്ധിയുടെ ചിന്ത കൊണ്ടോ അനുമാനങ്ങൾ, പരീക്ഷണങ്ങൾ മുതലായ മാർഗങ്ങളിൽ കൂടിയോ സ്വപ്നം, ഇൽഹാം തുടങ്ങിയ അല്ലാഹുവിന്റെയോ മറ്റോ ബോധനം എന്നീ വഴികളിലൂടെയോ അല്ലാതെ, അപ്പൊ അല്ലാഹുവിന്റെ യാതൊരു സഹായവുമില്ലാതെ സ്വയമായി തന്നെ ദൃശ്യങ്ങളും അദൃശ്യങ്ങളുമായ കാര്യങ്ങളെ അറിയുവാനുള്ള ജ്ഞാനശക്തി കോപം കൊണ്ടോ ഇഷ്ടം കൊണ്ടോ രോഗം, ആരോഗ്യം, നിർഭാഗ്യം, സൗഭാഗ്യം, ദാരിദ്ര്യം, ഐശ്വര്യം, പരാജയം, വിജയം എന്നിങ്ങനെയുള്ള ശിക്ഷാരക്ഷകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള നിർമ്മാണ ശക്തി. അതിനെന്താ നമ്മൾ അറബി പറയാ? അതിനെന്താ ഇംഗ്ലീഷ് പറയാ? ഉൽപ്പാദിപ്പിക്കാനുള്ള നിർമ്മാണ ശക്തി എന്നാ പറഞ്ഞത്. ഉൽപ്പാദിപ്പിക്കുവാനുള്ള നിർമ്മാണ ശക്തി. ഇങ്ങനെ ഇൽമ്, ഇറാദത്ത്, ഖുദ്റത്ത്, തക്വീൻ ഇൻ ബ്രാക്കറ്റിൽ പറയുന്നു ജ്ഞാനം, ഇച്ഛാശക്തി, നിർമ്മാണം എന്നീ അല്ലാഹുവിന്റെ ഗുണങ്ങളിൽ അവന് തുല്യന്മാരെ അഥവാ കൂറുകാരെ അറബി മുശ്രിക്കുകൾ ആക്കിയിരുന്നു. ഇപ്പൊ എന്റെ പരമേശ്വരൻ പിള്ള പോയി തോട്ടിലെറി. ഇത് നിന്റെ KM മൗലവിയായി പറയുന്നത്. ഇത് നിങ്ങളുടെ പ്രഥമ ആചാര്യൻ എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ച KM മൗലവിയുടെ ഫത്വകൾ എന്ന പുസ്തകത്തിന്റെ 94-ാമത്തെ പേജിൽ പറഞ്ഞ ഈ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് എന്തിനാണ് P പരമേശ്വരൻ പിള്ളയെ ഇവിടെ ഉദ്ധരിച്ചത്? എന്തിനാ? P പരമേശ്വരൻ പിള്ളയുടെ പുസ്തകത്തിന്റെ അപ്പുറം വേറെ പുസ്തകങ്ങൾ ഞങ്ങൾക്ക് ഉദ്ധരിക്കാനുണ്ട്. പക്ഷേ അത് അന്യമതസ്ഥരുടെ പുസ്തകങ്ങളായതുകൊണ്ട് അവരെ നമുക്കിടയിൽ വലിച്ചിഴക്കുന്നത് ഈ രാജ്യത്തിന്റെ സ്വഭാവത്തിനോട് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളതിൽ ഇടപെടാത്തത്. KM മൗലവി ഇതാണ് മുശ്രിക്കുകൾ, ഇതാണ് മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം.
എന്നിട്ട് അത് മറച്ചു വെച്ചിട്ട് സുന്നികളെ പോലെയാണ് മക്കാ മുശ്രിക്കുകൾ എന്നാക്കി തീർക്കുക. ഇതെത്ര അപകടകരമായ പ്രവണതയാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പിന്നെ ഇവര് പറയുന്നത് തൽബിയത്താണ്. എപ്പോൾ എല്ലാ സദസ്സിലും എത്ര സ്ഥലത്ത് ഞങ്ങളൊക്കെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ 100 കണക്കിന് സ്ഥലത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട്. സഖാഫി ഉസ്താദ് എത്രയോ അതിലധികം സ്ഥലങ്ങളിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് പിന്നെയും കൊട്ടും. കാരണം കേൾവിക്കാർക്ക് ഇത് ചിന്തിക്കാൻ അറിയില്ലല്ലോ. അവർക്ക് ഈ പരിഭാഷ മാത്രമുള്ളവരെ അറിയാം. അവര് അറബിയിലേക്ക്, ഖുർആനിലേക്ക്, സഹീഹ് ബുഖാരിയിലേക്ക് അല്ലല്ലോ ക്ഷണിക്കുന്നത്, കേവലം വാച്ചോടാപങ്ങളിലേക്കല്ലേ ക്ഷണിക്കുന്നത്. അവർക്കെന്ത് തിരിച്ചറിയാൻ? അതായത് അള്ള കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുന്നു എന്ന് സുന്നികൾ പറയും പോലെ തന്നെയാണ് മുശ്രിക്കുകൾ പറഞ്ഞതും. തെളിവെന്താ? മുശ്രിക്കുകളുടെ തെൽബിയത്താണ് പോലും. മുശ്രിക്കുകളുടെ തെൽബിയത്ത് എന്താ? ഞാൻ അതിന് മുമ്പായിട്ട് ഒരു ചെറിയ ചോദ്യം, എൻ്റെ 9 മണിക്ക് എനിക്ക് നിർത്തണം. ഒരു ചെറിയ ചോദ്യം സദസ്സിൽ തന്നെ ചോദിക്കും, ഉസ്താദിനോട്, അധ്യക്ഷനോട് തന്നെ ചോദിക്കാം. അധ്യക്ഷനോട് ഞാൻ ചോദിക്കുകയാണ്, ഈ മൊബൈൽ ഇത് നിങ്ങളോട് ചോദിക്കുന്നത്, സദസ്യർക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്, ആളുകൾക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്, ഇസ്ലാമിൻ്റെ അഖീദയുമായി ബന്ധപ്പെട്ട ബാലപാഠമാണ് ചോദിക്കുന്നത്. ഈ മൊബൈൽ ഇതിൻ്റെതാണല്ലോ, എൻ്റെതാണല്ലോ, ഉറപ്പല്ലേ? ഈ മൊബൈൽ എൻ്റെതാണോ നിങ്ങളുടെതാണോ? പറഞ്ഞോളൂ. എൻ്റെതാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഈ മൊബൈലിൻ്റെ ഉടമസ്ഥൻ ഞാനാണോ ഫൈസിയാണോ? ഞാൻ തന്നെയാണ്. എന്നാൽ ഞാൻ മൂന്നാമതൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ മൊബൈലിൻ്റെ ഉടമസ്ഥൻ ഞാനാണോ അല്ലാഹു ആണോ? അവിടെ എന്താ അങ്ങനെ പറയാ? അല്ലയാണ് അല്ലേ? അവിടെ ഞാനാന്ന് പറയോ? അതാ വ്യത്യാസം. ഇതാണ് ഇവിടെ പ്രസംഗിച്ച മൗലവിമാർക്ക് മനസ്സിലാവാത്തത്. ലാ യംലികൂന മിൻ ഖിത്മീർ, ഖുർആനിൽ കാണാം, ലാ യംലികൂന മിൻ ഖിത്മീർ. ഒരു പാട പോലും അവർക്ക് ഉടമപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ അപേക്ഷിച്ച് ഒരാൾക്കും ഒരു ഉടമസ്ഥാവകാശമില്ല. ഇതന്നെയല്ലേ നമ്മൾ വിശ്വാസം. പക്ഷേ പടപ്പുകൾ അപേക്ഷിച്ചോ? ഈ മൊബൈല് അല്ലെങ്കിൽ ഈ പേപ്പർ, ഇത് എൻ്റെ പേപ്പറാണ്, സഖാഫി ഉസ്താദിൻ്റെ അല്ല. ഇനി സഖാഫി ഉസ്താദ് 9 മണിക്ക് ശേഷം പ്രസംഗിക്കുമ്പോൾ വല്ല കുറിപ്പും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേപ്പർ മൂപ്പരതാണ്. പക്ഷേ ഈ 2 പേപ്പറും ഞങ്ങളുടേതാണോ അള്ളാഹുവിൻ്റെതാണോ? അവിടേക്കെത്തുമ്പോൾ അള്ളാഹിൻ്റെതാണ്. അതാ ഖുർആൻ പറയുന്നത്, ലാ യംലികൂന മിൻ ഖിത്മീർ. അതുകൊണ്ട് തന്നെ നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ തത്തുല്യമായ ഒരുപാട് ആയത്തുകളുണ്ട്. ആ ആയത്തുകളുടെ കൂട്ടത്തിൽ മറ്റൊരായത്തിൽ കാണാം, മിസ്ഖാല ദർറത്തിൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ള ഒരു അണുവിന്റെ തൂക്കം പോലും ഉടമപ്പെടുത്തുന്നില്ല. അവിടെ ഇബ്നു കസീറിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും, ഐ ഇസ്തിഖ്ലാലൻ വലാ അലാ സബീലി ശിർകതി, സ്വതന്ത്രമായിട്ടോ അതല്ലെങ്കിൽ പങ്കാളിത്തത്തോടെയോ ഉടമാവകാശമില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. മൗലവിമാർ ശരിക്കും ശ്രദ്ധിക്കണം. ഉടമാവകാശമില്ല എന്ന ആയത്തുകളുടെ അർത്ഥം എന്താണ്? മഹാന്മാർക്ക് സഹായിക്കാൻ കഴിയൂല എന്നാ? മഹാന്മാർക്കോ മനുഷ്യർക്കോ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയൂല എന്നാണോ? അല്ല. നോക്കൂ നിങ്ങള്, വഖൗലുഹു വമാ ലഹും ഫീഹിമാ മിൻ ശിർകിൻ ഐ ലാ യംലികൂന ശൈഅൻ ഇസ്തിഖ്ലാലൻ വലാ അലാ സബീലി ശിർക. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. സ്വതന്ത്രമായ ഉടമാവകാശമില്ല, അള്ളാഹുവിനോട് പങ്കാളിത്തമുള്ള ഉടമാവകാശമില്ല, പാർട്ട്ണർഷിപ്പ് ഇല്ല. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ തെൽബിയത്ത് എന്താ? മുശ്രിക്കുകളുടെ ഹജ്ജ് വേളയിൽ, മുശ്രിക്കുകളുടെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രസംഗിച്ച ആൾ പറയുന്നുണ്ട്, അബൂജഹൽ ആജേര് ഇന്നത്ര, അബൂജഹൽ ആജേര്, അബൂലഹബ് ആജേര്, ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് ആജേര്. ജമായത്ത് എന്നാ പറയണത്. ബാങ്ക് കൊടുത്തു, ഇനി 1 മണിക്കൂർ കഴിഞ്ഞാൽ പള്ളിയിൽ ജമായത്തുണ്ട്. അപ്പൊ ജമായത്തിന് പോയിട്ട് പിന്നെ നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് ജമായത്ത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇവിടെ തന്നെ വരണം, ജമായത്ത് കഴിഞ്ഞിട്ട് പ്രസംഗം. അങ്ങനെയൊക്കെയാണ് പ്രസംഗം. അതൊക്കെ പോട്ടെ, അതൊക്കെ നമ്മൾ വ്യക്തിപരമായ നാവിൻ്റെ ഓരോരുത്തരുടെ നാവിൻ്റെ പ്രശ്നങ്ങളാണ്. അത് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ആജേരാത്ര അബൂജഹൽ തുണി അയച്ചിട്ട് കൊണ്ട് തവാഫ് ചെയ്യുന്ന ആൾക്കാരെ പറ്റി പറയണത്, കജ്ജുമുട്ടും ചൂളംപുലിയായിട്ട് തവാഫ് ചെയ്യണ ഈ നിസ്കരിക്കുന്ന ഇവരെ പറ്റിയാ പറയണ ആജേരൻ. അതവിടെ ഇരിക്കട്ടെ. എന്താണ് അവരുടെ തെൽബിയത്ത്? ഇതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്തായിരുന്നു അവരുടെ തെൽബിയത്ത്? നോക്കൂ നിങ്ങൾ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക
എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ലബ്ബൈക ലബ്ബൈക ലാ ശരീക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. ഇല്ലാ ശരീകൻ അതവളക്കട്ടെ. നീ തംലികുഹു വമാ മലക എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവേ, നീ നിന്റെ പങ്കാളിയായ ദൈവത്തെ നീ ഉടമപ്പെടുത്തുന്നു, ആ ദൈവം ഉടമയാക്കിയതിനെയും നീ ഉടമപ്പെടുത്തുന്നു. അപ്പൊ എന്താണ്? ദൈവത്തിനും ഉടമാവകാശമുണ്ട്. അല്ലാഹുവിലേക്ക് ചേർത്തുമ്പോൾ ഒരാൾക്കും ഒരു ഉടമാവകാശവുമില്ല, ഒരു കഴിവും ഇല്ല. ഹബീബായ നബി തങ്ങൾ എന്താ പറഞ്ഞത്? ഇന്നക തഖ്ദിറു വലാ അഖ്ദിറു. ഹബീബായ നബി തങ്ങൾ എന്താ പറഞ്ഞത്? ഇന്നക തഅലമു വലാ അഅലമു. അല്ലാഹുവിന് കഴിവുണ്ട്, എനിക്ക് കഴിവില്ല. അല്ലാഹുവിന് ഇൽമുണ്ട്, എനിക്ക് ഇൽമില്ല. എന്നാ അതേ ഹബീബ് എന്നെ പറയുന്നുണ്ട്, ഫഅംകനനി മിൻഹു, പിശാചിനെ കീഴ്പ്പെടുത്തുവാൻ അല്ലാഹു എനിക്ക് കഴിവ് തന്നു എന്നും പറയുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ തംലികുഹു, ആ ശരീക്കിനെ അല്ലാഹ് നീ ഉടമപ്പെടുത്തുന്നു. വമാ മലക, ആ ശരീക്ക് എന്തൊന്നൊക്കെയാണോ ഉടമപ്പെടുത്തിയതെങ്കിൽ അപ്പൊ ശരീക്കിനും ഉടമാവകാശമുണ്ട്. പക്ഷേ അത് രണ്ടും ആത്യന്തികമായി നീ ഉടമപ്പെടുത്തുന്നു. അപ്പോൾ നിനക്കും ഉടമാവകാശമുണ്ട്. നിന്റെ എതിർചേരിയിൽ നിന്റെ പങ്കാളികളായ ബഹുദൈവങ്ങൾക്കും ഉടമാവകാശമുണ്ട് എന്ന് തൽബിയത്തിൽ ചൊല്ലിയ മുശ്രിക്കുകൾ അവർ അല്ലാഹുവിന്റെ ഉടമാവകാശത്തിൽ അവരുടെ ദൈവങ്ങൾക്ക് പങ്കാളിത്തമുണ്ട് എന്ന് വിശ്വസിച്ചു. ആ വിശ്വാസത്തിന്റെ വെളിച്ചത്തിലാണ് തംലികുഹു വമാ മലക എന്നവര് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഈജി റളിയല്ലാഹു തആല അൻഹു ഹിജ്റ 905 വഫാത്തായ ഇമാം ഈജി തങ്ങൾ ജാമിഉൽ ബയാനിൽ പറയാണ്, വലം യകുല്ലഹു ശരീകുൻ ഫിൽ മുൽക്കി, അല്ലാഹു തആലാക്ക് ആധിപത്യത്തിൽ ശരീക്കുണ്ടായിരുന്നില്ല. പക്ഷേ കമാ അസ്ബതഹു നസാറ വൽ മുശ്രികൂന, നസ്രാനികളും മുശ്രിക്കുകളും അത് വിശ്വസിച്ചു. ഫഇന്നഹും അസ്ബതു റുബൂബിയ്യത ലിൽ മസീഹി വൽ അസ്നാം, ഈസാ നബി അലൈഹി ഇസ്ലാമിനും ബിംബങ്ങൾക്കും റബ്ബുമാരാണെന്നുള്ള ആ വിശ്വാസം അവർക്കുണ്ടായിരുന്നു. എന്നിട്ട് പറയുകയാണ്, അല്ലാഹു തആല സന്താനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന ഖുർആനിന്റെ വാക്ക് റദ്ദുൻ അലൻ നസാറ വൽ യഹൂദ്, അത് ജൂത നസ്രാനികളെ ഖണ്ഡിക്കലാണ്. വല്ലദീന നസബൂ ലില്ലാഹി വലദ, അല്ലാഹുവിന് സന്താനമുണ്ടെന്ന് പറയുന്നവരെ ഖണ്ഡിക്കലാണ്. വഖൗലുഹു വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്കി, അല്ലാഹുവിന് ആധിപത്യത്തിൽ പങ്കാളികളില്ല എന്ന പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം, ആ പ്രഖ്യാപനം റദ്ദുൻ അലൽ മുശ്രിക്കീന, അത് മുശ്രിക്കീങ്ങളുടെ മേൽ റദ്ദ് ചെയ്യലാണ്. വഖൗലുഹു വലം യകുൽ ലഹു വലിയ്യുൻ മിനദ്ദുല്ലി, അല്ലാഹുവിന് ഒരു രക്ഷിതാവില്ല എന്നുള്ള വാക്ക് റദ്ദുൻ അല സ്വാബിഈന, സ്വാബിഈങ്ങൾ എന്ന പിഴച്ച കക്ഷികളോടുള്ള റദ്ദാണ്. എന്നിട്ട് പറയുകയാണ്, ഖാല ഇന്നൽ യഹൂദ വൻ നസാറ ഖാലൂ ഇത്തഖദല്ലാഹു വലദ, ജൂത നസ്രാനികൾ പറഞ്ഞത് അല്ലാഹു സന്താനത്തെ ഉണ്ടാക്കിയെന്നാണെങ്കിൽ വഖാലൽ അറബു, മക്ക മുശ്രിക്കുകൾ പറഞ്ഞത് ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അപ്പോൾ മുശ്രിക്കുകൾ അവരുടെ തൽബിയത്തിൽ പറയുന്നത് അല്ലാഹു തആലാക്ക് മിൽക്കിൽ അല്ലെങ്കിൽ മുൽക്കിൽ, ആധിപത്യത്തിൽ അല്ലെങ്കിൽ ഉടമസ്ഥാവകാശത്തിൽ, അല്ലാഹുവിന്റെ മിൽക്കിൽ അല്ലാഹുവിന്റെ മുൽക്കിൽ അല്ലാഹുവിന് പങ്കാളികളുണ്ട് എന്ന ആ തനി ശിർക്കിന്റെ വിശ്വാസത്തിന്റെ അതിന്റെ മേമ്പൊടിയായി, അതിന്റെ പ്രഖ്യാപനമായി, അതിന്റെ പരസ്യപ്പെടുത്തലായി കഅബാലയത്തിന്റെ ചുറ്റിലും അവർ നടത്തിയ തൽബിയത്ത്, ആ തൽബിയത്ത് എങ്ങനെയാണ് സുന്നികളെ വിശ്വാസമാവുക? ആ തൽബിയത്ത് എങ്ങനെയാണ് മുസ്ലിങ്ങളെ വിശ്വാസമാവുക? അപ്പോൾ ഇവിടെ മൗലവിമാര് നിരന്തരമായി മുശ്രിക്കുകളുടെ തൽബിയത്തിനെ അത് വായിച്ചുകൊണ്ട് തെറ്റായ അർത്ഥം നൽകിക്കൊണ്ട് വ്യാജമായ വ്യാഖ്യാനത്തിലൂടെ ഇവിടെയുള്ള മുസ്ലിമീങ്ങളെ, ഇവിടെയുള്ള സുന്നികളെ കാഫിറാക്കുവാൻ, മുശ്രിക്കാക്കുവാൻ വേണ്ടി അത്യധ്വാനം ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത് ചെയ്യരുത്.
നമുക്ക് പറയാനുള്ളത് അരുത്. നമ്മൾ അവരെ ആക്ഷേപിക്കുകയല്ല, അവരെ കുറ്റപ്പെടുത്തുകയല്ല. ഇവിടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന, ഇനി എൻ്റെ സഹപ്രഭാഷകൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുജാഹിദിൻ്റെ സഹോദരങ്ങൾ ഉണ്ടാകും എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. എനിക്ക് ഈ നാട്ടുകാരെ കൂടുതൽ പരിചയമില്ല. പക്ഷേ എൻ്റെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ പറയട്ടെ, ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ചോദ്യങ്ങൾ, ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. പക്ഷേ നമുക്ക് ട്രെയിൻ 1 മണിക്കൂർ വൈകിയത് കൊണ്ട് എൻ്റെ 1 മണിക്കൂർ ലാപ്സായിപ്പോയി. അതിനാൽ ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾ ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മൗലവിമാരോട്, നിങ്ങളുടെ നേതൃത്വത്തോട്, വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആളുകളോട് വിനീതമായി ചോദിച്ച് അവരോട് എന്താണ് ഈ പറഞ്ഞത് എന്ന വിശദീകരണം ആവശ്യപ്പെടുവാൻ വേണ്ടി നിങ്ങൾ സന്നദ്ധരാവണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് പരസ്യമായൊരു തുറന്ന സംവാദം ഡിസംബർ മാസം 13-ാം തീയതി കോഴിക്കോട് ചെറുവാടിയിൽ വെച്ചുകൊണ്ട് പരസ്യമായിട്ട് ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് ഇവരോട് നടക്കാൻ പോവുകയാണ്. അതിന് തൗഫീഖും, അതിന് ദീനിൻ്റെ കാര്യങ്ങൾ സലക്ഷ്യം ആളുകളുടെ മുമ്പിൽ അത് സമർത്ഥിക്കുവാനുള്ള കഴിവും സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കുണ്ടാകുവാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി ഞാൻ വാക്കുകൾ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. നാം ഏവരും ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിൻ്റെ പടവാളും വിധേയികളുടെ പേടി സ്വപ്നവുമായ വഹാബ് സഖാഫി മമ്പാട് ഉസ്താദ് അവരുടെ ക്ലിപ്പിംഗ് സഹിതമുള്ള ഖണ്ഡനമാണ് ഇനി ഇവിടെ അവതരിപ്പിക്കാനുള്ളത്. അൽഹംദുലില്ലാഹ്, നല്ല രീതിയിലുള്ള വിഷയാവതരണം ബഹുമാനപ്പെട്ട MT ഉസ്താദ് അവറുകൾ നമുക്ക് നൽകി ഹൃദ്യമായ നന്ദി അറിയിക്കുന്നുണ്ട്. വിഷയം ക്ലിപ്പിംഗ് സഹിതം ഖണ്ഡിക്കുവാൻ വേണ്ടി പ്രഗത്ഭ പ്രഭാഷകൻ വഹാബ് സഖാഫി ഉസ്താദ് അവരുടെ ആദരവപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله عظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن، ما شاء الله كان. بسم الله ما لم يشأ لم يكن، لا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم.